ഓം ശ്രീ സായിരാം. നമുക്ക് ആദ്യം 3 ഓംകാരം ഒരു സായി ഗായത്രി ജപിച്ചുകൊണ്ട് തുടങ്ങാം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. എല്ലാവരും ഈശ്വരമ്മ വാരാഘോഷത്തിൻ്റെ തിരക്ക് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഹാങ് ഓവറൊക്കെ വിട്ടിട്ടുണ്ടാവും. നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച പ്രഭാകരൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഈ ഒരു ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ ക്ലാസ് ഇല്ലാത്ത മാതിരിയുള്ളൊരു തോന്നൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ. മറ്റുള്ളവരുടെ എനിക്കറിയില്ല. എന്തായാലും ഇന്ന് ഈ ക്ലാസ് കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. കാരണം പിന്നീട് പറയാം. എന്തായാലും എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നും പറയുന്നത് പോലെ ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് 2 പേര് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യുക. ആരും നിങ്ങളുടെ മൈക്കും വീഡിയോവും ഓൺ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയും പിക്ചറിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പ്രഭാകരേട്ടനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. സായിരാം. കണ്ണൻകുട്ടിയേട്ടനാണെന്ന് തോന്നുന്നു. കണ്ണൻകുട്ടിയേട്ടനാണ് വീഡിയോ ഓൺ. കണ്ണൻകുട്ടിയേട്ടൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണം. രാധാ കൈമൾ ചേച്ചി ഒന്ന് വീഡിയോ ഓഫ് ചെയ്യണം. രാധാ കൈമൾ ചേച്ചി ഒന്ന് വീഡിയോ ഓഫ് ചെയ്യണം. സായിരാം. രാധാ കൈമൾ ഓക്കെ, അവർ ഓഫ് ചെയ്യാറുണ്ട്. തുടങ്ങാൻ പറയാം. കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ശാന്താകാരം കലുഷഹരണം സത്യസായി സർവേശം പർത്തിവാസം പ്രശാന്തി നിലയം മുക്തിമുക്തിപ്രദാതം നിത്യാനന്ദം പരമചരിതം ദിവ്യചേതോ വികാസം വന്ദേ സായി ഹരിഹര തേജം പരമകല്യാണനാമം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ ഈ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബാലവികാസ് സിലബസ് എന്നുള്ള ഈ ഭാഗം പറയുമ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്ച്വലി ഇന്ന് ക്ലാസ് എടുക്കാൻ സാധിക്കുമോ എന്നൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സുഗതൻ ക്ലാസ് വേണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിൽ ആയിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് എനിക്കുള്ള ഒരു പരീക്ഷണമായിരിക്കും. ഭഗവാൻ ഇന്ന് ക്ലാസ് നിർത്തിയാലോ, ഒരുപക്ഷെ എനിക്കുള്ള ഭഗവാന്റെ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഈ ക്ലാസ് എന്നൊക്കെ വിചാരിച്ചു. ഞാൻ രാധ ടീച്ചറോടും 1-2 പേരോട് ക്ലാസ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ. പക്ഷെ എന്താ പറയണ്ടേ, ഭഗവാന്റെ അനുഗ്രഹം എന്ന് വേണേൽ പറയാം. ഇന്ന് നല്ലോണം ഭേദമുണ്ട്. അതുകൊണ്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മള് ആ ഹിന്ദു സനാതനധർമ്മത്തിലെ സാധനകളെ കുറിച്ചിട്ടൊക്കെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത. അതിൽ 14 എണ്ണം, അവസാനത്തെ 2 എണ്ണം നമ്മൾ ഓൾറെഡി അന്നേ പറഞ്ഞിരുന്നു. അത് 2 നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട എന്നുള്ളത്. പുനർജന്മ സിദ്ധാന്തവും അതുപോലെ മരണാനന്തര ജീവഗതി എന്നുള്ള 2 ഭാഗം. 16 എണ്ണത്തിൽ 14 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. 15ഉം 16ഉം ഈ 15ാമത്തത് പുനർജന്മ സിദ്ധാന്തവും 16ാമത്തത് മരണാനന്തര ജീവഗതി എന്നുള്ള 2 ഭാഗം. അതിലേക്കൊന്നും നമുക്കിപ്പോഴും പോകേണ്ടതില്ല. ബാലവികാസ് സിലബസിന്റെ ബേസ് ചെയ്തിട്ടുള്ള അശോകനെ പോലെയുള്ള വലിയ സാധകരും
പ്രഭാഷകരും ഒക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത് പലപ്പോഴും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ലെവലിലുള്ളതാ. അശോട്ടന് തമാശ പറയാറുണ്ട്. അദ്ദേഹത്തോട് ഒരു തവണ ഏതൊരു ഷോപ്പിൽ പോയിട്ട് പുസ്തകം ചോദിച്ചപ്പോൾ, മരണാനന്തര ജീവിതവും പുനർജന്മവും എന്നുള്ള പുസ്തകം ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ അവിടെയുള്ള ആളിനെ തമാശക്ക് ചോദിച്ചു, ഈ ജന്മത്തിലൊക്കെ കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ വായിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്നൊക്കെ. അപ്പൊ നമുക്ക് ഈ ജന്മത്തിലുള്ള ധാരാളം കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാളും ഡിസ്കസ് ചെയ്ത് സനാതന ധർമ്മത്തിലെ പ്രധാന തത്വങ്ങളെ കുറിച്ച്. ഇതിലിനി ബാലവികാസ് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ബാലവികാസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആ ലെവലിൽ നമ്മൾ അതിനെ സ്വാംശീകരിച്ചെടുക്കണം. 3 ഗ്രൂപ്പ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ഇതൊക്കെ ഏതാണ്ട് ഒരു രൂപം കിട്ടിയിരിക്കണം. ആ വിധത്തിലായിരിക്കണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് അതിനു വേണ്ടിയിട്ടാണ് ഈ സിലബസ് ഇതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. ധാരാളം ഇതിനേക്കാളും ഡീപ്പായിട്ട് ഇതിനെ പോകാൻ സാധിക്കും. ഹിന്ദു സാധനകളെ കുറിച്ച്, ഈ സനാതന ധർമ്മ തത്വങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ഗഹനമായിട്ട് പറയുന്ന പ്രഗത്ഭരായ വ്യക്തികൾ നമുക്കുണ്ട്. അവരുടെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം നോളജ് അതിൽ നിന്ന് ലഭിക്കും. പക്ഷെ നമ്മളുടെ ഇവിടെ ഉള്ള ലക്ഷ്യം ഷഡ്കർമ്മങ്ങളിലെ രണ്ടാമത്തത്, അതായത് പാഠനം. ആ പാഠനം എന്നുള്ള ഭാഗം, പഠിപ്പിക്കുക എന്നുള്ള ഭാഗം കൂടി നമുക്കിതിൽ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് ഉപയുക്തമാകുന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതവൽക്കരിച്ച് വേണം നമ്മുടെ ഈ സാധനകളെയും തത്വങ്ങളെയൊക്കെ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ. അപ്പൊ ആ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ തള്ളിക്കളയരുത്. അതായത് ഗഹനമായ ആ തത്വങ്ങൾ പലതും ലളിതവത്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ഇതിഹാസ പുരാണങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. വേദതത്വങ്ങളെ അല്ലെങ്കിൽ വേദസത്യങ്ങളെ ലളിതവൽക്കരിച്ച് കഥകളിലൂടെയും സന്മാർഗ ഉപദേശങ്ങളിലൂടെയും ഒക്കെ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഈ ഇതിഹാസ പുരാണ ഉപാഖ്യാനങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ബാലവികാസ് സിലബസിൽ തന്നെ ഭാഗമാണ് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഉപാഖ്യാനങ്ങൾ എന്നൊക്കെ. അപ്പൊ അത് ഈവൻ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാമായണവും മഹാഭാരതവും ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന്. അപ്പൊ നമ്മൾ ഒരു ഭാഗത്ത് ഈ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഹിന്ദു സനാതന ധർമ്മത്തിലെ തത്വങ്ങളൊക്കെ പറഞ്ഞ് തമ്മിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗം കൂടി ആലോചിക്കണം, ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആർക്കാണ് പ്രയോജനം, ബെനിഫിഷ്യറി. യഥാർത്ഥ ബെനിഫിഷ്യറി നമ്മുടെ ശിഷ്യന്മാര്, ബാലവികാസ് കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ. നമ്മളിത് നോളജ് എപ്പോഴും ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്, ഒരിക്കലും സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ടതല്ല എന്നൊക്കെ. ഇതിനു മുമ്പ് നമ്മൾ സുഖബ്രഹ്മ മഹർഷിയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞ് ആ വേദവ്യാസ മഹർഷി അതേ മകനോട് പറയുന്ന ഭാഗമൊക്കെ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സുഖബ്രഹ്മ മഹർഷിത്വം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് നമ്മളിൽ ഓരോ ആളിലും ഉണ്ടാവണം. ഭഗവാന്റെ അവദാനങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്വാംശീകരിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രവണത നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവണം. അതിന് ഉപയുക്തമാകത്തിലായിരിക്കണം ഇതിന്റെ പഠനം. അതുകൊണ്ടാണ് എഴുതിയെടുക്കാനും മറ്റുള്ളവരോടൊക്കെ പകർന്നു കൊടുക്കാനും ഒക്കെ ഇത് പറയുന്നത്. അപ്പോ ഈ 16 പ്രധാന തത്വങ്ങളെ കുറിച്ച്, സനാതന ധർമ്മത്തിലെ 16 തത്വങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാളും മനസ്സിലാക്കി. 3-4 ക്ലാസ്സിലൂടെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതി എടുത്ത് പലരും അത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അതിലത്തെ ഈ പറഞ്ഞു കൊടുത്ത നമ്മൾ ഇത്രയും നാളും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അനുഷ്ഠാനത്തിലേക്ക്, സാധനയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. അതില് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ചര്യകൾ അല്ലെങ്കിൽ ചര്യകളും സാധനകളും ഒക്കെ അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇതിനെ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കണം, ഏത് ലെവൽ വരെ പ്രാധാന്യം കൊടുക്കണം, അനുഷ്ഠാനങ്ങൾ വെറും ബാഹ്യമായത് മാത്രമാണോ, അതിന് പിന്നിലൊക്കെ തത്വങ്ങളുണ്ടോ, ആ തത്വങ്ങൾ ഉണ്ടെങ്കിലും തത്വങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ അവ അനുഷ്ഠിക്കുന്നത്, ഇവയൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ തത്വങ്ങളെയൊക്കെ ഒരിക്കലും നമ്മൾ പുറമേ നോക്കിയിട്ട് വിലയിരുത്താൻ സാധിക്കില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. തത്വങ്ങളെയൊക്കെ എപ്പോഴും നമുക്ക് അവയുടെ ആന്തരിക സത്ത നോക്കിയിട്ടാണ് അവയെ വിലയിരുത്തേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാൾ ഭക്തനാണോ അല്ലയോ, അയാളുടെ ഭക്തി തീവ്ര ഉള്ളതാണോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെ സ്വയം വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് അതൊന്ന് ഓഫ് ചെയ്യണേ. ആരുടെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. സായിരാം. അപ്പൊ ഇത് സ്വയം വിലയിരുത്തൽ മാത്രമേ ഇതിൽ ക്ലിയർ ആവുള്ളൂ. പിന്നെ നമുക്ക് ഡിസിപ്ലിൻ എന്നുള്ള ഭാഗം എടുക്കുമ്പോൾ മാത്രം മറ്റുള്ളവരെ വിലയിരുത്തേണ്ടി വരും. ചില കാര്യങ്ങളിൽ, ചില ഓർഗനൈസേഷണൽ മാറ്റേഴ്സിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ഡോണ്ട് ജഡ്ജ് അതേഴ്സ് എന്നെപ്പോഴും പറയുന്ന ആ ഒരു ഭാഗം ഓർമ്മിക്കുക. ആധ്യാത്മികതയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ ബാഹ്യമായ ചര്യ മാത്രം നോക്കിയിട്ട് ഒരിക്കലും നമ്മളങ്ങനെ അവരെ വിലയിരുത്താൻ സാധിക്കില്ല. എന്നോട് രാജമാഷ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അവിടുന്ന് പുട്ടപർത്തിക്ക് പണ്ട് പോയ ഒരു ബസ്സിൽ, വളരെ കാലമുള്ള കാര്യമാണ്, ഒരു ബസ്സിലെ ഭജന പാടിക്കൊണ്ട് പോകുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ കാണുമ്പോൾ വളരെ ക്രൂരനായ പോലെ മീശയൊക്കെ വലിയ ആളായിട്ടാണ്. അദ്ദേഹം കളിയാക്കുന്ന രീതിയിൽ ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജിക്ക് ഇവര് ഭജന പാടുന്നതിന്റെ ഇടയിൽ ഇടക്കിടക്കേ പറഞ്ഞുകൊണ്ടിരിക്കത്രേ സായി ബാബാക്ക് ജയ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇവരൊക്കെ ഇതിൽ കളിയാക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പ്രശാന്ത് നിലയത്തിൽ എത്തിയിട്ട് ആ കുളിച്ച് റെഡിയായി ആദ്യത്തെ ഇന്റർവ്യൂ ഫസ്റ്റ് ഡേയിൽ തന്നെ ആ ഇന്റർവ്യൂവിനെ വിളിച്ച് ഇദ്ദേഹത്തെ സ്വാമി വിളിച്ച ഇന്റർവ്യൂവിന് ഷെഡ്ഡി സായിയുടെ ഫോട്ടോ മോതിരവും ഒക്കെ കൊടുത്തു. അത് നനഞ്ഞ ആ കണ്ണുനീര് അടക്കാനാവാത്ത ആനന്ദത്തോടു കൂടിയാണ് അദ്ദേഹം ഇന്റർവ്യൂ റൂമിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോഴാണ് ആ കൂടെ പോയവരൊക്കെ ഇദ്ദേഹത്തെ ഒരു ക്രൂരനാണെന്ന് കളിയാക്കുന്ന ആളാണെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ഷിർഡി സായിയുടെ ഡിവോട്ടിയാണ് എന്നൊക്കെ. രാജമാഷ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ഞാൻ പറയുന്നത്, ജപധ്യാനങ്ങളെ ഒരിക്കലും, അല്ലെങ്കിൽ ഇതുപോലുള്ള ചര്യകളെ ഒരിക്കലും പുറമേ നോക്കിയിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ഉള്ളിൽ ആന്തരിക സത്ത, അത് നമുക്ക് വിലയിരുത്താൻ അത്ര എളുപ്പവുമല്ല മറ്റുള്ളവർക്ക്. ഇവിടെ നമുക്ക് ഏറ്റവും ആരാ ഈ പത്മജ എന്ന് പറഞ്ഞൊരു സ്ത്രീ പത്മജ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീഡിയോ ഓണാണ്. അതാണ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആരോ ആണ്, അമ്മയാ മറ്റായിരിക്കും. പത്മജ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ആ അമ്മ? അവരൊന്ന് ഈ വീഡിയോ ഓഫ് ചെയ്യണേ. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ വീഡിയോ ഓഫ് ചെയ്യണം. സായിരാം, പത്മജ കേസി എന്ന പേരിലുള്ള അവരുടെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുക പ്ലീസ്. അപ്പൊ നമുക്ക് രണ്ട് തരം മാർഗങ്ങൾ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശ്രേയോമാർഗം, രണ്ട് പ്രയോമാർഗം. ശ്രേയോമാർഗവും പ്രയോമാർഗവും, ശ്രേയസിന്റെ മാർഗവും പ്രേയസിന്റെ മാർഗവും. ശ്രേയസിന്റെ മാർഗം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ? ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ശ്രേയസിന്റെ മാർഗം. നമ്മുടെ ബാലവികാസ് ശ്രേയസിന്റെ മാർഗത്തിലൂടെ ചലിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയ ശ്രേയസിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ജീവിത ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉള്ള മാർഗം. അതുപോലും നമുക്ക് പുറമേ നോക്കി ഇപ്പൊ ഭജന പാടുക, അല്ലെങ്കിൽ നഗര സങ്കീർത്തനത്തിന് പോവുക, അല്ലെങ്കിൽ വെറും സേവനം ചെയ്യുക എന്നൊക്കെ ആ പുറമേയുള്ള, ഇപ്പൊ ഒരാൾ സേവനം ചെയ്യുന്നത് ചിലപ്പോ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. പിന്നെയോ അയാൾക്ക് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ചിലപ്പോ പബ്ലിസിറ്റി ആയിരിക്കും ലക്ഷ്യം. ഭഗവാൻ പിന്നെ മറ്റു പല റോട്ടറി ക്ലബ്, ലയൺസ് ക്ലബ്, അങ്ങനെയുള്ള പുറമേയുള്ള ധാരാളം സായി സംഘടനയെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുറമേയുള്ള ധാരാളം ഭൗതികമായ സേവനങ്ങൾ ചെയ്യുന്ന അനേകം സംഘടനകളുണ്ട്. സായി സംഘടന അതിന്റെ വളരെ വളരെ പിന്നിലായിരിക്കും. ഭൗതികമായ സേവനങ്ങൾ ചെയ്യുന്നതിൽ സായി സംഘടന ഒരുപക്ഷെ വളരെ പിന്നിലായിരിക്കാം. പക്ഷേ ഭഗവാൻ പറയുന്നു, അവിടെ സേവനം എന്നുള്ളത് ആവണമെങ്കിൽ, സേവ എന്നുള്ളത് ആവണമെങ്കിൽ ആ
അവര് ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നതല്ല. ഈശ്വരനെയാണ് സേവിക്കുക, അവരിൽ വസിക്കുന്ന ഈശ്വരനെയാണ് സേവിക്കുക എന്നുള്ള ഭാവത്തോടുകൂടി ഒരേ കർമ്മം രണ്ട് വിധത്തിൽ ചെയ്യാം. അല്ല, അവര് ചെയ്യുമ്പോൾ അത് അവർക്കെന്തോ ദാനം ചെയ്യാണ്, കൊടുക്കുകയാണ്. വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന സേവനം ആയിട്ടാണ് അവർ കരുതുന്നത് ഒരു കർമ്മം. അത് നല്ല കർമ്മമാണ്, മോശം കർമ്മമല്ല, നല്ല കർമ്മം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും സേവനം എന്നുള്ള പദത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വരില്ല. അവരിൽ വസിക്കുന്ന ഈശ്വരനെ കണ്ടെത്തുന്ന, ആ കൊടുക്കുന്നതിൽ ആ ഈശ്വരനെ സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന അദമ്യമായ ആനന്ദം ആ സേവനത്തിലൂടെ അനുഭവിക്കുമ്പോൾ മാത്രമേ അത് സേവനം ആവുകയുള്ളൂ. ഇതൊക്കെ നമുക്കറിയണമല്ലോ. അപ്പൊ ഈ ഒരു മാർഗം ശരിക്കും ഞാൻ എന്തിനാ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാലവികാസ് കുട്ടികൾ ഗ്രൂപ്പ് 3 കഴിയുമ്പോഴേക്കും ഈ ഹിന്ദു സാധനകളെ കുറിച്ച് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഈ ചര്യകളിലെ എത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളതിന്റെ ഒരു വിലയിരുത്തൽ അവർക്ക് സ്വയം നടത്താൻ പ്രാപ്തരാവണം. ആ രീതിയിൽ വേണം നമ്മളവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. ഈ സ്വയം പ്രാപ്തി ഇല്ലാതെ ഇതിനെ വിലയിരുത്താൻ പ്രാപ്തിയില്ലാത്ത രീതിയിൽ വെറുതെ ഭഗവാൻ സത്യസായി ബാബ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം എന്താ? ഈ പൗരോഹിത്വം, ഭഗവാനും ഭക്തനും ഇടയിലുള്ള ഒരു പുരോഹിതത്വം അല്ല, അത് ഇല്ലാതാക്കി. അതുകൊണ്ടാണ് സത്യസായി അവതാരം ഇത്രയധികം ജനകീയമായത്. മറ്റവതാരങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ ശരിക്കും ഭഗവാനും ഭക്തനും ഇടയിൽ ഒന്നുമില്ല, വേറെ ഏജൻസ് ഒന്നുമില്ല, എല്ലാം ഡയറക്റ്റ് ആണ് എന്ന് പറയും ഭഗവാൻ. അല്ലെ, സ്വാമിയും നമ്മുടെ തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് എന്ന് ഭഗവാൻ പറയും. അതുകൊണ്ട് തന്നെയാണ് ആ പൗരോഹിത്വത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കുറേ വർഷങ്ങളായി, എത്രയോ എന്താ പറയുക, യുഗങ്ങളായിട്ട് നമ്മൾ പറയാം, ഒതുങ്ങി നിന്നിരുന്ന വേദ സംസ്കാരവും ഒക്കെ ജനങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപോലെ ആ വേദം ഉച്ചരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ അവതാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ഇത്ര വലുത് വേദപോഷണം, വേദോദ്ധാരണം, വിദ്വത്പോഷണം എന്നുള്ള അവതാര കർമ്മത്തിന്റെ മഹാത്മ്യം അറിയണമെങ്കിൽ ഇന്ന് നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖം അറിയണം. അല്ലെ, എവിടെയൊക്കെയാണ് ലോകത്ത് ഭഗവാൻ വേദം എത്തിച്ചത്? അതെന്തുകൊണ്ടാണ് സത്യസായി അവതാരം മാത്രം സാധിച്ചത്? അല്ലെ, ഉപനയനം എല്ലാവർക്കും സാധിച്ചു. ബ്രാഹ്മണനായി ജനിച്ചവർക്ക് മാത്രമല്ല, പുട്ടപർത്തിയിൽ പോയ ആ കുട്ടികൾക്ക് മുഴുവൻ, ഏത് ജാതി, ഏത് ധർമ്മം, ഏത് മതം ഒന്നും നോക്കിയില്ല, എല്ലാവരെയും പുണുലണിയിപ്പിക്കുന്ന, ഇതൊക്കെ ഒരു റിവോൾട്ടല്ലേ, വിപ്ലവമല്ലേ? ഏത് സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ നടക്കുക? അതൊക്കെ ചെയ്ത അവതാരമൂർത്തിയാണ് നമ്മുടെ ഭഗവാൻ. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഭഗവാന്റെ ഈ ശ്രേയോമാർഗവും പ്രയോമാർഗവും എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് ആ ഒരു ഡിസ്ക്രിമിനേറ്റീവ് പവർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ പാഠനത്തിന് സാധിക്കണം. ഇത് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ചര്യകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രേയോമാർഗം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, എപ്പോഴും നമ്മൾ കുട്ടികളെ മുമ്പോട്ട് തിരിക്കുമ്പോൾ നമ്മളായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ അറ്റാച്ച്മെന്റ്, അല്ലെ, ഡിറ്റാച്ച്മെന്റോട് കൂടി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുക? അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വൈരാഗ്യം. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ അതെങ്ങനെ സാധിക്കും എന്നുള്ളത് നമ്മൾ നമ്മുടെ ചര്യകളിലൂടെ, നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. റോൾ മോഡലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അറ്റാച്ച്മെന്റ് ഇല്ലാതിരുന്നാൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. അറ്റാച്ച്മെന്റ് എങ്ങനെ ഡിറ്റാച്ച്ഡ് മൈൻഡോടുകൂടി ചെയ്യാൻ സാധിക്കും എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസം തന്നെയാണ് ഈ ലോകത്തിൽ. അതൊരു അത്ഭുത പ്രക്രിയ തന്നെയാണെന്നെങ്കിൽ പറയാം. സാധാരണക്കാർക്ക് അപ്രാപ്യമായത്, അതായത് ചിന്തിക്കാത്തവർക്ക്, പ്രയത്നിക്കാത്തവർക്ക്, അഭ്യസിക്കാത്തവർക്ക് അപ്രാപ്യമായ ഒരു മാർഗമാണത്. അതായത് ഡിറ്റാച്ച്മെന്റ് വിത്ത് അറ്റാച്ച്മെന്റ് ഓർ അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ്. ഇതിൽ എങ്ങനെയാണ് സാധിക്കുക? ഇതൊരു മാന്ത്രികം തന്നെയല്ലേ? അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ? ഇതൊരു ഇമാജിനറി വേൾഡ് ആണോ, ഇമാജിനറി ലെവലിലാണോ ഇതൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാൻ ചിലർക്ക്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് സാധകന്മാർക്ക് എളുപ്പം പറയാൻ സാധിക്കും. ഒറ്റ മാർഗം മാത്രം എപ്പോഴും പറയുന്നത് അറ്റാച്ച്മെന്റ് വിത്ത് ഗാഡ്, അല്ലെ, ഡിറ്റാച്ച്മെന്റ് ഫ്രം ദി വേൾഡ്. അപ്പൊ ഈശ്വരനുമായി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേൾഡുമായി ഡിറ്റാച്ച്ഡ് ആവും. അതന്നെയാണ് അതിന്റെ മാർഗം, യഥാർത്ഥ മാർഗം അത് തന്നെയാണ്. ഈശ്വരനുമായി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ
അപ്പൊ ഈശ്വരനും വേൾഡും വേറെ വേറെയാണോ കുറച്ച് കഴിഞ്ഞാൽ എത്തുന്നു. ഒന്നാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, എല്ലാം സർവം ബ്രഹ്മമയം എന്നുള്ള ലെവലിലേക്ക് എത്തും. പക്ഷെ അത് ആ മാർഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പോയിന്റ് നമ്മളുടെ 3 മാർഗങ്ങളെ, അതായത് സാധനകളിൽ സാധ്യമായതിനെ അറിയുക എന്നതാണ് സാധന. ഹിന്ദു സാധനകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധ്യമായതിനെ അറിയുക. എന്താ സാധ്യമായതിനെ? സാധ്യമായതെന്താ? ഈശ്വരനെ നമുക്ക് വ്യക്തി സാധന വ്യക്തമായതിനെ അറിയുന്നതിനെയാണ് സാധന എന്ന് പറയുന്നത്. ആ ഏറ്റവും വ്യക്തമായത് ഈശ്വരനാണ്. ആ ഈശ്വരനെ അറിയുന്ന ക്രിയ, അതാണ് സാധന. പലപ്പോഴും നമ്മൾ ഈ സാധന എന്നുള്ള വേർഡ് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. നീ സാധന ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കും എല്ലാവരും. അങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. ഇനിയെങ്കിലും ബാലവികാസ് ഗുരുക്കന്മാർ അങ്ങനെ ചെയ്യരുത്. ബാലവികാസ് ഗുരുക്കന്മാർ എങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് മാറണം. നമ്മുടെ സായി സംഘടനയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവൻ സാധനമൊന്നും ചെയ്യാത്തവനാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു അർത്ഥമില്ല. ശരിക്കും പറഞ്ഞാൽ സാധന ചെയ്യാത്തവർ എന്ന് പറഞ്ഞാൽ അവൻ സായി സംഘടനയിലെ ശ്രേയോമാർഗം തിരഞ്ഞെടുക്കാത്തവനാണ്. സാധന എന്ന് കഴിഞ്ഞാൽ ഈ ജപധ്യാനങ്ങൾ മാത്രമൊന്നുമല്ല സാധന എന്നുള്ളത്. ജപവും ധ്യാനവും ചെയ്യുക, രാവിലെ ഓങ്കാര സുപ്രഭാതം ചെയ്യുക, അത് മാത്രമല്ല സാധന. അതും സാധനയുടെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സാധന ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമേ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ആ ചോദ്യത്തിനെ പ്രസക്തിയില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാം. സത്യസായി സംഘടനയിൽ സാധന എന്നുള്ളത് ഇതല്ല ഉദ്ദേശിക്കുന്നത്. 9 പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടല്ലോ നമ്മുടെ, അത് ഒരുമിച്ച് ചെയ്യുക. ഒരുമിച്ച് മീൻസ് അത് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ 10 ഭഗവാന്റെ ഉക്തിരത്നങ്ങൾ, ഉപദേശ രത്നങ്ങൾ ഉണ്ടല്ലോ, 10 ജീവിത ചര്യകൾ എന്ന് വേണമെങ്കിൽ പറയാം. 9 കോഡ് ഓഫ് കോണ്ടാക്റ്റും ആ 10 ദിവ്യത്വത്തിലേക്കുള്ള 10 ചവിട്ടുപടികൾ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ 10 ചവിട്ടുപടികളും ഇത് മുഴുവൻ അനുഷ്ഠിക്കലാണ് സാധന എന്ന് സായി ഭക്തന്മാരെ കുറിച്ച് വേണമെങ്കിൽ പറയാം. അതിന് വലിയൊരു സാധനയുടെ ഡെഫിനിഷൻ നമുക്ക് അറിയേണ്ടതില്ല, പറയേണ്ടതുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ, ബ്രഹ്മത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ജീവൻ തിരിച്ച് ബ്രഹ്മത്തിലേക്ക് എങ്ങനെ യാത്രയാകും? ആ യാത്രയാകുമ്പോൾ അവൻ ആ ജീവൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ചര്യകൾ അല്ലെങ്കിൽ ജീവൻ യാത്രയാകേണ്ടുന്ന പാത, അതാണ് സാധന എന്ന് വേണമെങ്കിൽ വലിയൊരു വിശാലമായ അർത്ഥത്തിൽ പറയാം. അല്ലെ, ബ്രഹ്മത്തിൽ നിന്ന് ഐ ക്രിയേറ്റഡ് മൈസെൽഫ് ഫ്രം മൈസെൽഫ് സോ ദാറ്റ് ഐ ലവ് മൈസെൽഫ്. ഈശ്വരന്റെ ഒരു ലീലയാണ് സൃഷ്ടി എന്നുള്ളത്. അപ്പൊ ആ സൃഷ്ടി എന്നുള്ളത് പ്രക്രിയ നമ്മൾ തുടങ്ങുമ്പോഴേ ഭഗവാൻ നമ്മളെ ആ ബ്രഹ്മത്തിൽ നിന്ന് ഏകമായ ആ ബ്രഹ്മത്തിൽ നിന്ന് കുറെ ജീവനെ വേർതിരിപ്പിച്ചു. അത് ഈശ്വരന്റെ ലീലയാണെന്ന് വിചാരിച്ചോളൂ. ആ ലീലക്ക് അന്ത്യം വരണമെങ്കിൽ ആ ലീലക്ക് അന്ത്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പറയണമെങ്കിൽ പൊട്ടിപ്പൊട്ടപ്പെട്ട ജീവൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിഭിന്നമായിട്ട് കിടക്കില്ല. അത് സെപ്പറേറ്റ് ബ്രഹ്മാണ്. അതും ബ്രഹ്മം തന്നെ. അത് ബ്രഹ്മമാണെന്ന് ആ ജീവനെ റിയലൈസ് ചെയ്യണമെങ്കിൽ സമുദ്രത്തിലെ ഒരു ചെറിയ കണിക, ഒരു തുള്ളി വെള്ളം ഞാൻ സമുദ്രത്തിന്റെ ഭാഗമാണെന്ന് റിയലൈസ് ചെയ്യുന്ന ക്രിയ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് സമുദ്രത്തിന്റെ ഭാഗമാണ് എന്ന് ആ കണത്തിന്, ആ തുള്ളിക്ക് എപ്പോഴാണോ റിയലൈസേഷൻ, അതേപോലെ തന്നെ ബ്രഹ്മത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ജീവൻ, അതും അല്ലെ പിണ്ടാണ്ടം എന്നൊക്കെ ബ്രഹ്മാണ്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് രണ്ടും ഒന്ന് തന്നെ എന്നുള്ള ഭാവത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു ജീവിതചര്യകളാണ് സാധന എന്നുള്ളത്. അപ്പൊ സാധന എന്നുള്ള ഒരിക്കലും രാവിലെ ഓങ്കാര സുപ്രഭാതം ജപിക്കുന്നതിനെയോ അല്ലെങ്കിൽ സത്യം പറയുന്നതിനെയോ അതിനെ മാത്രമല്ല സാധന എന്ന് പറയുക. നമ്മുടെ ഈ സായി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം 9 കോഡ് ഓഫ് കോണ്ടാക്ട് ഫുള്ളായി അനുസരിക്കുക, 10 ദിവ്യത്വത്തിലേക്കുള്ള ആ മാർഗം ഇത്രയും ചെയ്യുകയാണെങ്കിൽ ബ്രോഡ് ലൈനിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും ചെയ്യുന്നതിനെ ബ്രോഡായിട്ട് തന്നെ നമ്മുടെ സാധന എന്ന് പറയാം. അപ്പൊ ഒരു സായി ഭക്തന്റെ സാധന എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തന്നെയാണ്. 9 കോഡ് ഓഫ് കോണ്ടാക്ട്, ദിവ്യത്വത്തിലേക്കുള്ള പടികൾ. അത് അനുസരിക്കുന്നതിൽ കൂടുതൽ വലിയൊരു സാധനയൊന്നും നമുക്ക് ആവശ്യമില്ല. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ 9 കോഡ് ഓഫ് കോണ്ടാക്റ്റിലും അതേപോലെ 10 ദിവ്യത്വത്തിലേക്കുള്ള 10 ഇതിലും അടങ്ങിയിട്ടുണ്ട് എന്ന്. ഓക്കെ. അപ്പൊ കർമ്മമാർഗവും ഭക്തിമാർഗവും ജ്ഞാനമാർഗവും
കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. നമ്മൾ ഇതിനു മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആ കോണിയിലെ ഇതിന്റെ അല്ലെ കർമ്മത്തിന്റെ പടവുകൾ ചവിട്ടി കയറുമ്പോൾ നീ അറിയാതെ കയറുന്നത് നീ ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും ആ പാരമ്യതയിലേക്കാണ് എന്ന് ദീപക് ആനന്ദ് എന്നുള്ള ആ സ്റ്റുഡന്റിന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞത് അന്ന്. അതിന്റെ കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് മൂന്നും കൂടിയിട്ടുള്ള ഇതില് നമ്മുടെ ബാലവികാസ് ഗ്രൂപ്പ് 2 കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കുന്ന ഭാഗത്ത് ഒരു പ്രത്യേക ഭാഗം പറയാറുണ്ട്. അത് പലപ്പോഴും പലരും മറക്കാറുണ്ട്. ഈ കർമ്മയോഗം, ഭക്തിയോഗം എന്നുള്ള 3 മാർഗങ്ങളും വിഭിന്നങ്ങളായ മാർഗങ്ങളല്ല എന്നുള്ള ഒരു സെന്റൻസ് അതിൽ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടത്. ഇത് തികച്ചും വിഭിന്നങ്ങളായ 3 മാർഗങ്ങളല്ല. നമ്മളെന്ത് പറഞ്ഞ പോലെ ഇത് 3ഉം കൂടി മൈസൂർ പാക്കിന്റെ ഉദാഹരണം പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് നമ്മളെന്ന് പറയുണ്ടായി. ഇത് 3ഉം ഒന്നിന്റെ തന്നെ എങ്ങനെയാ ഒപ്റ്റിമം മിക്സ്ചർ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ മിക്സ്ചർ വേറൊരു പ്രപ്പോർഷൻ കൃത്യമായിട്ട് നമുക്ക് പറയാനും സാധിക്കില്ല. പക്ഷെ ഇത് 3ഉം ഒന്നിന്റെ തന്നെ ഭാവങ്ങളാണ്. ഭക്തിയോഗവും കർമ്മയോഗവും ഇത് 3ഉം ഒരുമിച്ച് ചേർന്നിട്ട് സത്യസായ ഭക്തന്മാർക്ക് നമുക്കിതിനെ പ്രേമയോഗം എന്ന് പറയാൻ സാധിക്കും. ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും കൂടി ചേർന്നിട്ടുള്ള ഒരു യോഗമാണ് പ്രേമയോഗം. സത്യസായ ഭക്തന്മാർക്ക് പ്രേമയോഗം അനുഷ്ഠിക്കലാണ് സാധന. അപ്പൊ ഹിന്ദു സാധനകൾ സത്യസായി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സത്യസായി ഭക്തന്മാർ ഒന്ന് വേറിട്ടൊരു ജീവിത ഏരിയ ഉണ്ടെന്ന് വിചാരിക്കേണ്ട, ഒരു കൾട്ട് ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് നമ്മൾ അതിലൊരുങ്ങിയെന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ബാലവികാസ് കുട്ടികൾക്ക് ഈ ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുണ്ടാവണം. അതായത് നമ്മുടെ ഈ 9 കോഡ് ഓഫ് കോണ്ടാക്റ്റും 10 ദിവ്യത്വത്തിലേക്കുള്ള 10 മാർഗങ്ങൾ ഇത് നിങ്ങൾ ഓരോ എത്ര തവണ ബാലവികാസത്തിൽ ഡിസ്കസ് ചെയ്യാമോ അത്രയും തവണ ഡിസ്കസ് ചെയ്യണം. ഇതൊരു പാഠഭാഗമായിട്ട് പഠിപ്പിക്കേണ്ടതല്ല. നമ്മുടെ പാഠഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും ഈ 9 കോഡ് ഓഫ് കോണ്ടാക്റ്റും ഈ പറയുന്ന ദിവ്യത്വത്തിലേക്കുള്ള 10 പടികളും വേറെ വേറെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വേണം. പടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 ബൈഹാർട്ട് പഠിപ്പിച്ചിട്ട് എഴുതിയിട്ട് കാര്യമില്ല. അതിൽ എത്ര ക്ലിയർ ആയിട്ടാണ് സ്വാമി പറയുന്നത്. രാജ്യത്തെ ടാക്സ് നിയമങ്ങൾ അനുസരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലവികാസത്തോട് പഠിപ്പിച്ചു കൊടുത്താലേ അവൻ നല്ലൊരു വ്യക്തിത്വമുള്ളവനായിട്ട് മാറുള്ളൂ. അപ്പൊ അത് ഈ നമ്മുടെ അനുഷ്ഠാന മുറകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാന മുറകൾ 9 കോഡ് ഓഫ് കോണ്ടക്റ്റും ദിവ്യത്വത്തിലുള്ള 10 പാതകളും. ഇത് കൂടെ നമ്മുടെ കുട്ടികളെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പോയിന്റ് ഇതാണ്, ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും വിഭിന്നങ്ങളായ മാർഗങ്ങളല്ല. ഈ 3 യോഗങ്ങളെയും ഒരുമിച്ച് ചേർത്തിട്ടാണ് പ്രേമയോഗം എന്ന് പറയുന്നതും. ആ പ്രേമയോഗത്തിലൂടെ ഒരു ജീവന് ബ്രഹ്മത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ ഒരു സാധകന് ഈശ്വരനെ പ്രാപിക്കാനും സാധിക്കുന്നത് പ്രേമയോഗം എന്നുള്ള മാർഗത്തിലൂടെയാണ്. അപ്പൊ എന്താണ് പ്രേമയോഗം? ഭക്തിയുടെയും കർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആ ഒപ്റ്റിമം പ്രപ്പോർഷൻ എന്നുള്ള ആ ഭാവത്തിൽ, ആ ഒപ്റ്റിമം പ്രപ്പോർഷനിലൂടെ എങ്ങനെ ജീവിക്കാം എന്നുള്ള ചര്യകൾ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് 9 കോഡ് ഓഫ് കോണ്ടാക്റ്റിലൂടെ. അതിന് പിന്നിലുള്ള ആധ്യാത്മിക പ്രാധാന്യം മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ ഹിന്ദു സാധനകൾ അല്ലെങ്കിൽ സനാതന ധർമ്മ സാധനകൾ എന്നുള്ള കുറിച്ച് മറ്റു ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡീപ്പായിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ബാഹ്യമായിട്ടുള്ള അത് എങ്ങനെയാണ് ജീവിച്ചു കാണിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇത് 9 കോഡ് ഓഫ് കോണ്ടക്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് തീർച്ചയായിട്ടും രണ്ടും വേണം, അല്ലെ? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ, ആ തോണിക്കാരൻ അയാളോട് പറഞ്ഞില്ലേ നീ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോ അവസാനം ഓരോന്നിനും നിന്റെ 25% പോയി, അത് പഠിച്ചില്ലേ നീ 25% പോയി, അവസാനം എന്താ പറഞ്ഞത്, നിനക്ക് നീന്താൻ അറിയുമോ എന്ന് ചോദിച്ചപ്പോ അത് പഠിച്ചിട്ടില്ല അയാൾക്ക്. എന്നാ പിന്നെ എല്ലാം അങ്ങയുടെ 100%, കാരണം തോണി മുങ്ങുമായിരുന്നു, നീന്താൻ അറിയില്ല ഇയാൾക്ക്, ബാക്കി പഠിച്ചില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഈ സംസാര സാഗരത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് നീന്താൻ അറിയണം. നമുക്ക് ആ സാഗരത്തിലൂടെ നീന്തി പോകാൻ അറിയണം. ഭഗവാൻ പറയും നീന്തുമ്പോൾ എപ്പോഴും 2 കൈ വേണ്ട, ഒരു കൈ കൊണ്ട് നീന്തിയാൽ മതി, മറ്റേ കൈ എപ്പോഴും വേറൊരാൾക്ക് വിട്ടുകൊടുക്കുക. അതിൽ ആ കൈകളിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പിടിക്കാൻ സാധിക്കും. ഈ കൈ അങ്ങനെ ഒരു കൈയോട് പുകയ, മറ്റേ കൈ കൊണ്ട് കൈകളിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വിട്ടു. ഇത് സ്വാമി പറയുന്ന ഒരു
ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ശൈലികൾ. അപ്പൊ അതിന്റെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിന്ന് കർമ്മമാർഗത്തിലും ഭക്തിമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും ഒക്കെയുള്ള വേറെ വേറെ മാർഗങ്ങളാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അനുഷ്ഠാനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിൽ പോലും ഭക്തിയിൽ കർമ്മവും ജ്ഞാനവും, അതേപോലെ കർമ്മത്തിൽ ഭക്തിയും ജ്ഞാനവും, ജ്ഞാനത്തിൽ ഭക്തിയും കർമ്മവും എത്രത്തോളം അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണെന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ സാധ്യമില്ല. അതുകൊണ്ട് അതിനെ കോമൺ ആയിട്ടുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു, പ്രേമയോഗം. ആ പ്രേമയോഗം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, കർമ്മമാർഗത്തിൽ നമുക്ക് കർമ്മയോഗമൊക്കെ ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് നമ്മൾ വലിയൊരു മഹത് വചനം തന്നെ ഒരേ സത്യത്തെ തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുവെങ്കിൽ ആ ഒരേ സത്യം തന്നെയാണ്, ഒരേ സത്യത്തിന്റെ ഭാഗം തന്നെയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവും പലപ്പോഴും. അവിടെ ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ശ്ലോകം. ഏ യഥാവാം പ്രപദ്യന്തേ പാർത്ഥദൈവ പദാമ്യഹം മമ വർത്തമാനുവർത്തന്റെ മനുഷ്യാപാർത്ഥ സർവശ എന്നുള്ള ആ ശ്ലോകം അത് ഗഹനമായി പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. ഏവർ എപ്രകാരം എന്നെ ഉപാസിക്കുന്നുവോ അല്ലെങ്കിൽ എന്നെ പ്രാപിക്കുന്നുവോ അവരെ അപ്രകാരം തന്നെ ഞാൻ സ്വീകരിക്കുന്നു, സേവിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാല് അതിന്റെ ഗഹനമായ അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാല് വളരെ പ്രധാനപ്പെട്ടതാണിത്. നമ്മളുടെ ജീവിതയാത്രയെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കണം. ജീവിതമാകുന്ന യാത്ര ഒരു വലിയ, സ്വാമി എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു പ്രധാന ഭാഗമാണിത്. സ്റ്റുഡൻസ്, യു ഹാവ് എ ലോങ് ജേർണി. സ്വാമി പറയുന്നു, ഹാവ് ലെസ് ലഗേജ്, മോർ കംഫർട്ട്. എങ്ങനെയാ ലെസ് ലഗേജ്? ബൈ ദ റെഡ്യൂസിങ് യുവർ ഡിസൈസ്, സീലിംഗ് ഓൺ ഡിസൈസ് ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ മേക്ക് ജേർണി എ പ്ലഷർ എന്ന് പറയാ റെയിൽവേയുടെ മുദ്രാവാക്യമൊക്കെ ഭഗവാൻ എടുത്ത് പറയുമായിരുന്നു അവിടെ. ആ കുട്ടികളുടെ ആ ജീവിതമാകുന്ന യാത്ര വളരെ ക്ലിയർ ആക്കണം നമ്മൾ. അവിടെയാണ് ഞാൻ എന്താ പറയാറില്ല, ഭഗവത്ഗീതയുടെ ആ പടം, നമ്മുടെ ആ ഗീതോപദേശത്തിന്റെ നമ്മളൊരു ഫോട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പലരും പറയും ഗീതോപദേശത്തിന്റെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പല അന്ധവിശ്വാസികളും പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ഗൃഹത്തിലും അത് വെച്ച് നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. ആ രഥം, ജീവിതമാകുന്ന രഥം, ആ രഥം ജീവിതമാണ്, നമ്മുടെ ലൈഫാണ്. അവിടെ അർജുനൻ ആ ജീവിതത്തിന്റെ ആരുടെയാണോ ജീവിതം അതിന്റെ റെപ്രസെന്റേറ്റീവാണ് അർജുനൻ. അർജുനൻ അവിടെ എന്താ ചെയ്ത്? അവിടെ ശരണാഗതി അടഞ്ഞു. ആരെ? ഈ കൃഷ്ണന്റെ മുമ്പിൽ. എന്നിട്ട് ഇന്നെന്റെ ജീവിത സാരഥ്യമേറ്റു ഭവാൻ തിരുപ്രകാശമോടെ കനിയേണമേ, തിരുപ്രകാശമോടെ കനിയേണമേ, തിരുമൈ നിറയെ കരുണ തുടുമ്പും. അപ്പൊ ആ മനോഹരമായ ആ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ജീവിതമാകുന്ന രഥം, ആ രഥത്തിന്റെ സാരഥിയാക്കണം ഈശ്വരനെ. അവിടെയാണ് ശ്രേയോ മാർഗം. ഇത് നമുക്ക് ക്ലാരിറ്റി വരുത്തുവാൻ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇത് തന്നെയാണ് ഈ ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർ എപ്രകാരം എന്നെ ഉപാസിക്കുന്നുവോ അവരെ ആ വിധം തന്നെ ഞാൻ അംഗീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എല്ലാ മാർഗങ്ങളും എന്റേത് തന്നെയാണ്. അവിടെയാണ് എല്ലാ പ്രകാരത്തിലും അവർ എന്റെ മാർഗം തന്നെയാണ് അനുവർത്തിക്കുന്നത്. ഏത് മാർഗം അനുഷ്ഠിച്ചാലും അല്ലെ, ധാരാളം പാട്ടുകൾ ഉണ്ടെങ്കിലും എത്തിച്ചേരുന്നത് ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പല മാർഗങ്ങളുണ്ടെങ്കിലും ലക്ഷ്യത്തേരുന്നത് ഈ കർമ്മമാർഗവും ഭക്തിമാർഗവും ജ്ഞാനമാർഗവും എന്നൊക്കെ അവിടെ നമ്മൾ തെറ്റിദ്ധരിച്ച് വേറെ വേറെ മാർഗങ്ങളാണെന്നൊക്കെ വിചാരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കും. ഇങ്ങനെ സാധാരണ അല്ല, ഇതെല്ലാം സെയിം പാത്ത് തന്നെയാണ്, എന്റെ മാർഗം തന്നെയാണ് ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ശൈവമാർഗത്തിൽ ചരിക്കുന്ന ഒരു സാധകന് സാധനയുടെ അർത്ഥം, ആ സാധനയുടെ വേറൊരു പേര് നമുക്ക് പറയാൻ സാധിക്കും. ശൈവമാർഗത്തിൽ ചരിക്കുന്ന, അല്ലാതെ ശ്രേയസ്സിലേക്കുള്ള മാർഗം, ഈശ്വര സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ജീവിതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സാധനയുടെ പേര് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സ്പിരിച്വൽ ലാംഗ്വേജിൽ പറയും, സ്വസ്വരൂപ അനുസന്ധാനം.
സുസ്വരൂപ അനുസന്ധാനം. ആ സ്വന്തം രൂപത്തെ അനുസന്ധാനം ചെയ്യുക. അനുസന്ധാനം എന്ന് കഴിഞ്ഞാൽ പിന്തുടരുക, അതിനെ തന്നെ അന്വേഷിച്ചു പോവുക, അല്ലെ? അനുസന്ധാനം ചെയ്യുക. സ്വസ്വരൂപ അനുസന്ധാനം. അവിടെ നമ്മൾ ഈ പറയുന്ന ഗീതയിലെ 9ാമത്തെ അധ്യായത്തിലെ പിന്നെ ക്ലിയറായിട്ട് ഭഗവാൻ 29ാമത്തെ ശ്ലോകം, സമൂഹം സർവഭൂതേഷു നമേദ്വേഷോനപ്രിയ എന്നുള്ളത്. അതായത് ഏത് സർവഭൂതങ്ങളിലും, എല്ലാ ഭൂതങ്ങൾ പറഞ്ഞ സർവചരാചരങ്ങളിലും ഞാൻ സമമാണ്, അത് ഈക്വലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. ഈക്വലാണ്. ഒന്നിൽ കൂടുതൽ എനിക്കങ്ങനെ ദേഷ്യമോ പ്രിയമോ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ ആ അർജുനന് കൊടുക്കുന്ന വളരെ വിലപ്പെട്ട ഉപദേശം നമ്മളത് മനസ്സിലാക്കണം. 9ാം അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം, സമൂഹം സർവഭൂതേഷു നമേദ്വേഷാനപ്രിയ. അപ്പോ നിങ്ങൾ ഈ ശ്ലോകങ്ങളൊന്നും നമുക്ക് കുട്ടികളുടെ ഗീതാശ്ലോകം പഠനത്തിലില്ല. പക്ഷെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേർഡ് എന്താ? സ്വസ്വരൂപ അനുസന്ധാനം. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. എന്താ സ്വസ്വരൂപം? സ്വന്തം സ്വരൂപം. എന്താ സ്വന്തം സ്വരൂപം? ഭഗവാൻ അതിനെ ഭഗവാൻ അതിനെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഈ കടലിലെ വെള്ളത്തിനെ കുറിച്ച് പറയുന്ന പോലെ, അല്ലെ? ആ ഒരു ചെറിയൊരു സമുദ്രത്തിലെ ചെറിയൊരു തുള്ളിക്ക് ആ സമുദ്രമാണെന്ന് മനസ്സിലാകണമെങ്കിൽ, പരബ്രഹ്മത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ജീവൻ പരബ്രഹ്മത്തിന്റെ കണികയാണെന്ന് ബോധ്യപ്പെടുക, അല്ലെങ്കിൽ ഞാൻ തന്നെ ബ്രഹ്മമാണെന്ന് ബോധ്യപ്പെടുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം. എത്രയോ മാർഗത്തിലുള്ള ജീവിതം ജയിക്കുന്നത്. ഇതിനെ ഉപയുക്തമാക്കി നമ്മൾ ജീവിക്കുന്ന, നമ്മൾ അനുഷ്ഠിക്കുന്ന നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് എല്ലാം സാധനയാണ്. ബാഹ്യമായ ക്രിയയായിട്ട് കണക്കാക്കണ്ട. അത് ചിലപ്പോ പുറത്തുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല ചിലപ്പോ. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിരിക്കണം. സാധന എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ സ്വസ്വരൂപ അനുസന്ധാനത്തിന് താൻ ഈശ്വരന്റെ പ്രതിരൂപമാണെന്നും ഈശ്വരൻ തന്നെയാണെന്നും ബാലവികാസിന്റെയും സത്യസായി സേവാ സംഘടനയുടെ ഒക്കെ ലക്ഷ്യ സാക്ഷാത്കാരമായ ആ ഈശ്വര സാക്ഷാത്കാരം ഞാൻ ഈ ജന്മത്തിൽ, അല്ലെ, എനിക്ക് അവിടെ എത്തിപ്പെടേണ്ടതാണ്. ഇനിയൊരു ജന്മം ഉണ്ടാകാത്ത വിധം തന്നെ വീണ്ടും ജന്മമരണങ്ങളാകുന്ന ചങ്ങലക്കെട്ടിൽ നിന്നും എന്നെ രക്ഷിച്ചാലും വീണ്ടും ജനനമുണ്ടാക്കുവാൻ സാധിക്കാത്ത വിധം എന്റെ മനസ്സിന്റെ ചാബല്യങ്ങളെ നീക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന അസ്തോമ സദ്ഗമയ എന്നുള്ള പ്രാർത്ഥനയില് ഈ ഭാഗം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതാണ് സ്വസ്വരൂപ അനുസന്ധാനം. ഈ സ്വരൂപ അനുസന്ധാനം എന്നുള്ള ഒരു ക്രിയ, ആ വേർഡ് ഒരു 10ഓ 20ഓ തവണ ഒരു ക്ലാസ്സിൽ പറഞ്ഞാലേ കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഇത് എവിടെയൊക്കെ കേട്ടിരുന്നു, അല്ലെ? നമ്മൾക്കതൊന്നും ക്ലിയറായിട്ട് പറയാതെ പോലും പലർക്കും അറിയില്ല. സ്വസ്വരൂപ അനുസന്ധാനം. അനുസന്ധാനം ചെയ്യാൻ അറിയണം. അന്ധൻ എഴുതുന്ന അനുസന്ധാനം ചെയ്യാൻ അറിയണം നമുക്ക്. മറ്റേ സന്താനം എഴുതുന്ന മറ്റേ എന്താ അല്ല, സന്താനം എഴുതുന്ന എന്താ അല്ല. അപ്പോ സ്വസ്വരൂപ അനുസന്ധാനം, ഈ തന്റെ യഥാർത്ഥ സ്വരൂപമായ ആ ബ്രഹ്മസ്വരൂപം, ആ ബ്രഹ്മമാണ് ഞാൻ എന്നുള്ളത്, അല്ലെ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഭാഗം, അത് ഇല്ല, അതിലേക്ക് യാത്രയാണ് സാധന. ആ യാത്രയിൽ ചെയ്യുന്നതെല്ലാം, ആ യാത്രയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം തീർച്ചയായിട്ടും അത് സാധനയാണ്. അവിടെയാണ് അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്, അല്ലെ? എന്നെ ആലോചിച്ച് നീ ചെയ്തോളൂ, എന്നെ ആലോചിച്ച് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. നാം അനുസ്മര യുദ്ധം ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. അനുസ്മരിക്കണം എന്ന് പറഞ്ഞാൽ സ്മരണവും അനുസ്മരണം എന്നൊരു വ്യത്യാസമുണ്ട്. സ്മരണം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അനുസ്മരണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, ആ കണ്ടിന്യൂസ് CIA, കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റഡ് അവയർനെസ്, ആ കണ്ടിന്യൂസ് ആയിട്ട് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. അത് എന്തായി മാറും? സ്വസ്വരൂപ അനുസന്ധാനം സാധനയായിട്ട് മാറും, അല്ലെ? ഈശ്വരനെ സ്മരിച്ച് ഏത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത്, ആ പൂർണ്ണ ശരണാഗതി ഭാവത്തോടുകൂടി ഏത് കർമ്മം ചെയ്താലും ആ കർമ്മം ചെയ്യുന്ന ഭാഗത്തിനല്ല പ്രധാനം, അവിടെ ആ സമർപ്പണം എന്നുള്ള ഭാവത്തിലാണ് പ്രധാനം. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് കർമ്മയോഗം, അത് തന്നെയാണ് സ്വസ്വരൂപ അനുസന്ധാനം, അത് തന്നെയാണ് സാധന. ഈ പല പേരുകളിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടികളെയൊക്കെ. ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ചെറുപ്പ പ്രായത്തിൽ തന്നെ കുറേ തവണ പറഞ്ഞു മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഗ്രൂപ്പ് 3 കുട്ടികളെ
ഇതിനെയൊക്കെ വെറും സിലബസിൽ ഒരുങ്ങിയെന്ന് പഠിപ്പിച്ചിട്ട് പരീക്ഷ പാസ്സാകല് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതിൽ മാറുന്നത്. കൃത്യമായിട്ട് ആ പഠിപ്പിക്കുന്ന ഭാഗം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് സാക്ഷാത്കരിച്ച് നമ്മുടെ റോൾ മോഡലിംഗ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക്, അങ്ങനെയാണ് ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് അവിടെ നടക്കുന്നത്. ഇനി ഇതിന്റെ ഇതെങ്ങനെ ഇപ്പൊ ഒരു ജീവൻ, സാധാരണ ജീവൻ, ആ ജീവൻ ബ്രഹ്മത്തിനെ എങ്ങനെ പ്രാപിക്കും എന്നുള്ളതിന്റെ ആ തട്ടുകളെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. നാല് പ്രോസസ്സിലൂടെ അതിങ്ങനെ വൈഡായിട്ടുള്ള 4 പ്രോസസ്സിലൂടെ പോകുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പ്രോസസ്സ്? ആ അനുഷ്ഠാന മുറകൾ ഏതൊക്കെയാണ്? ഇത് അനുഷ്ഠാനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ പോയിട്ടാണ് യഥാർത്ഥത്തില് ഒരു ജീവൻ ബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമാണെന്ന് തിരിച്ചറിയുന്നത്. അതെങ്ങനെയാ? നിങ്ങൾ കേട്ടിട്ടുണ്ട് സാലോക്യം, സാമീപ്യം, സായുജ്യം, 4 എണ്ണം. ഈ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. സാലൂക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. അപ്പോ ഒരു ജീവൻ എന്തായാലും പൊട്ടിപ്പുറപ്പെട്ടു അല്ലെ. ഒരു ജീവൻ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ സായുജ്യം അടയലാണ് ശരിക്കും ബ്രഹ്മ അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്, ബ്രഹ്മമായി തീരുന്നു. അതിലേക്ക് എത്തുമ്പോൾ 4 പടികൾ വളരെ പടികൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിതിനെ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് എങ്ങനെ കടന്നു ചെല്ലാൻ സാധിക്കുന്നത്? ഇതെങ്ങനെ മനസ്സിലാക്കാം? സാലോക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര മഹിമയെ കുറിച്ച് കേട്ടറിയുക. ഇപ്പൊ നമ്മൾ കേൾക്കുന്നു, ഈശ്വരനെ കുറിച്ച് കേൾക്കുന്നു, ഈശ്വര മഹിമയെ കുറിച്ച് കേട്ടറിയുക, വായിച്ചറിയുക, പറഞ്ഞറിയുക അല്ലെ. അറിഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ആ വെമ്പലുണ്ടാവുക, ആ ത്വരയുണ്ടാവുക അല്ലെ. സത്യസായി സേവാ സംഘടനയെ കുറിച്ച് കേട്ടു, അപ്പൊ നമുക്ക് നന്നാവണമെന്ന് ആഗ്രഹം കൊണ്ട് ആത്മീയ ത്വര വന്നു. ആ ത്വരയുണ്ടാവുക, ആ കേട്ടതിനെ കുറിച്ച് ഇങ്ങനെ അവിടേക്ക് പോകാനുള്ള ത്വര, ആ ഭാഗം വരെയുള്ള ഭാഗമാണ് സാരൂപ്യം. നമുക്ക് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഒരു ജീവിതം കൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു സ്റ്റേജ് വരെ എത്തുള്ളൂ. പലരും ഇതുപോലെ എത്തില്ല, സാലോക്യം പോലും ഉണ്ടാവില്ല. ആ പ്രയോഗമാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് പലപ്പോഴും അങ്ങനെയാണ് ഒരു പ്രശ്നം വരുന്നത് അല്ലെ. ശ്രേയസിന് വേണ്ടിയിട്ടുള്ള മാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് എന്ത് ശ്രേയസ്, അവിടെ എന്ത് സാലോക്യം, ഒന്നുമില്ല. അത് ഏതെങ്കിലും ജന്മത്തിൽ അവർ വരും, അവരുടെ കർമ്മവും ഈശ്വരന്റെ കർമ്മം തന്നെ ആയി മാറും. ഇപ്പൊ പുറത്ത് കാണുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തോന്നുമെങ്കിൽ പോലും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഭാഗം ഇവിടെയാണ്. ഈ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. അപ്പൊ സാലൂക്യം ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത്. രണ്ടാമത്തത് സാമീപ്യം. കേട്ടതിനെ കുറിച്ച് നമ്മൾ അവിടെ ഇരുന്നില്ല. ആ വെമ്പല് കൊണ്ടുവന്ന അദ്വൈതരോടൊന്നും അവിടെ ഇരുന്നില്ല. ഈ നാമത്തിലും ഈ രൂപത്തിലും അല്ല അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത് അല്ലെ ഭഗവാന്റെ സായി ഭക്തന്മാർക്ക് വേണ്ടി കിട്ടും. ഇപ്പൊ ഭഗവാനെ കാണാൻ പോയി, ഭഗവാനെ കുറിച്ച് അറിയാൻ പോയി, ഭഗവാന്റെ മഹിമകളെ പാടി തുടങ്ങി, നമ്മുടെ ഭജനയ്ക്ക് പോകാൻ തുടങ്ങി, സേവനം ചെയ്യാൻ തുടങ്ങി അല്ലെ. ഇങ്ങനെയുള്ള അതിലേക്ക് ഏർപ്പെടാൻ തുടങ്ങി, സാമീപ്യമായി മാറി. സാമീപ്യത്തില് പിന്നെ ഒക്കെ ആ സാധനകൾ മുഴുവൻ നമ്മൾ അനുഷ്ഠിക്കുന്ന സാധനങ്ങളൊക്കെ ആ സാമീപ്യം എന്നുള്ള ഭാഗത്തിലേക്ക് വരും. നമ്മുടെ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാൻ, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ കർമ്മമാർഗവും ഭക്തിയും ജ്ഞാനവും ഈ അറിയലും ഈ അനുഷ്ഠാനങ്ങളും ഒക്കെ വരുന്നത് ഈ സാമീപ്യം എന്നുള്ള പടിയിലാണ്. അങ്ങനെ ആ സമീപത്തേക്ക് പോവാം അല്ലെ. പല മാർഗത്തിലൂടെ ഒക്കെ ഉണ്ടാവും സാമീപ്യത്തേക്ക് പോവാം. അപ്പൊ സാലൂക്യം, സാമീപ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടമെത്തിയാൽ എന്തായി മാറും? സാരൂപ്യം, ഈശ്വരനുമായി സാരൂപ്യം ഉണ്ടായി തുടങ്ങും. നമുക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. നമ്മൾ അനിൽകുമാർ സാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനിൽകുമാർ സാറിന്റെ പ്രഭാഷണം, തെലുങ്ക് പ്രഭാഷണം മാത്രമായിട്ടൊന്ന് കേട്ടു നോക്കുക. ഇംഗ്ലീഷ് അല്ല, തെലുങ്ക് പ്രഭാഷണം മാത്രമായിട്ടൊന്ന് കേട്ടു നോക്കുക. അദ്ദേഹം പാടുന്നത് മറ്റൊക്കെ കേട്ടു നോക്കുക. ഭഗവാന്റെ ഏറ്റവും അടുത്ത് നിന്ന് വർഷങ്ങളോളം അനിൽകുമാർ സാറ് പാടാൻ സാധിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കാണും, അദ്ദേഹം മുഖം പോലും പലപ്പോഴും ഭഗവാനുമായിട്ടൊരു സാരൂപ്യം കാണും. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും ഭഗവാന്റെ
അല്ലെ അദ്ദേഹം നമ്മള് ഫോട്ടോ ഇല്ലാതെ ഒരു ഓഡിയോ മാത്രം കേട്ടാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കും. ഭഗവാന്റെ ശബ്ദം തന്നെയാണെന്ന് തോന്നിപ്പോയി. ഞാൻ പലപ്പോഴും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലൊക്കെ പോയി കേട്ടപ്പോഴും. ഭഗവാന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ശബ്ദവും പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാവും. അത് തന്നെയാണ് ഭരതന്റെ ആ അർച്ചനം എന്നുള്ള ഭാഗത്തിലേക്ക് വരുന്നത് അല്ലെ. ആ ഭരതൻ 14 വർഷം വനവാസ സമയത്ത് ശ്രീരാമചന്ദ്രനെ മാത്രം വിചാരിച്ച് അല്ലെ ആ പാതുകം പൂജ ചെയ്തുകൊണ്ടിരുന്നു. ശ്രീരാമചന്ദ്രനാണ് ആ പാതുകം, ഒരു വ്യത്യാസമില്ല. ആ ഉറക്കത്തിലും ഉറക്കത്തിലും ഒക്കെ ആ ഭരതൻ രാജ്യം ഭരിച്ചത് ശ്രീരാമചന്ദ്രനെ മാത്രം ധ്യാനിച്ചിട്ടായിരുന്നു. എന്തുണ്ടായി? 14 വർഷം കഴിയുമ്പോഴേക്കും രാമനും ഭരതനും തമ്മിൽ കണ്ടാൽ മനസ്സിലാകാത്ത വിധത്തിലുള്ള സാരൂപ്യം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് തെളിവായിട്ടൊരു കഥ തന്നെ, ഒരു ചെറിയ ഇത് തന്നെ ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ അവസാന ഭാഗത്ത് ഈ അയോധ്യയിലേക്ക് മടങ്ങാൻ നേരത്ത് ഹനുമാനെ ആദ്യം പറഞ്ഞയക്കുന്നുണ്ട് ഈ ശ്രീരാമൻ. ഭരതന്റെ അടുത്ത് ഇപ്പൊ ഞാൻ സമയത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഭരതൻ തീയിൽ ചാടി സ്വയം ഹോമിക്കും. അതുകൊണ്ട് ഹനുമാൻ എത്രയും പെട്ടെന്ന് അവിടെ ഇവര് മഹർഷീശ്വരന്മാരെയൊക്കെ കണ്ടിട്ട് പല സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് അയോധ്യയിലേക്ക് വരുന്നത്. നമുക്കറിയാം, ആഗോഹനെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ അത്രയും സമയം എടുക്കാതെ ഹനുമാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോവും എന്നുള്ളത് ഹനുമാൻ അവിടെ പോയി. അവിടെ പോകുമ്പോ ഹനുമാൻ കണ്ടത് ശ്രീരാമൻ അഗ്നികുണ്ഡത്തെ പ്രദക്ഷിണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശ്രീരാമൻ അഗ്നികുണ്ഡത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. അടുത്തു പോയി നോക്കിയാലും മനസ്സിലാവുന്നില്ല. അത്രത്തോളം സാരൂപ്യം ഭരതനായിരുന്നു അത്. അത്രത്തോളം സാരൂപ്യം ആ ശ്രീരാമനും ഭരതനും തമ്മിൽ വന്നു കഴിഞ്ഞു ഭരതന്റെ. ഇതാണ് നമ്മുടെ 3ാമത്തെ ലെവല്, സാരൂപ്യം. അപ്പൊ സാരൂപ്യം, സാമീപ്യം, സാരൂപ്യം. സാരൂപ്യത്തിന്റെ അടുത്ത സ്റ്റേജ് സായുജ്യം ആണ്. സായുജ്യം എന്ന് പറഞ്ഞാൽ സാരൂപ്യം കഴിഞ്ഞാൽ പിന്നെ സായുജ്യം ഓട്ടോമാറ്റിക്കാ. ഭരതൻ ശ്രീരാമനിൽ ലയിക്കുന്നുണ്ടല്ലോ സരയൂ നദിയിലെ അവസാനം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. സാരൂപ്യത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരാൻ സാധ്യത കുറവാണ്. നമുക്ക് താഴേക്ക് വരില്ല. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകലും ഏതു ദിക്കിലിരിക്കലും തന്നോട് നാവ് കൊണ്ടിത് ചൊല്ലി എന്നാകലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിത് കേട്ടു എന്നാകലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. ഇത് തന്നെയാണ് സാരൂപ്യം എന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തി നമ്മള്. അപ്പോ ഈ 3 സ്റ്റേജ് പ്രധാനപ്പെട്ട ഓർമ്മിക്കുക. അതിൽ നമ്മുടെ കർമ്മം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വരുന്നത്, നമ്മുടെ ചര്യകൾക്ക് പ്രധാനമായിട്ട് വരുന്ന ആദ്യത്തെ 2 കേട്ടതില് നിൽക്കരുത്, കാണാൻ പോകണം, സാമീപ്യം ഉണ്ടാവണം. സാമീപ്യം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങളാണ്. അനുഷ്ഠാനങ്ങളിലൂടെ മുമ്പോട്ട് പോകണം. അങ്ങനെ കുറെ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ പറഞ്ഞ പല അനുഷ്ഠാനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സാരൂപ്യം ഉണ്ടാകും. സാരൂപ്യത്തിലൂടെ സായുജ്യം. അപ്പൊ ബ്രോഡായിട്ട് ഈ സ്വസ്വരൂപ അനുസന്ധാനം എന്നുള്ള ആ പ്രക്രിയയെ ബ്രോഡായിട്ട് 4 പടികളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ സാലൂക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യം. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിലൊന്നും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ 4 ബ്രോഡായിട്ടുള്ള ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോയേ പറ്റുള്ളൂ ഒരു ജീവന് സ്വസ്വരൂപ അനുസന്ധാനത്തെ ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ. ഇതൊന്നും ഒരുപക്ഷെ നമ്മള് കൃത്യമായിട്ട് നീ ഏത് സ്റ്റേജാണ്, നീ സാരൂപ്യ സ്റ്റേജാ, നീ സാമീപ്യ സ്റ്റേജാ, അങ്ങനെയൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഈ 4 പ്രോസസ്സാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉള്ള ആ പാഠനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ ഏത് മാർഗം ഉപയോഗിച്ചാൽ നമ്മൾ പറയില്ലേ, ഗോൾസ് ആർ എപ്പോഴും ലക്ഷ്യം പലതുണ്ടായിരിക്കുക. ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗം പലതായിരിക്കും. തെറ്റായ ചില എന്താ പറയണ്ടേ കാര്യങ്ങൾ, പഴഞ്ചൊല്ലുകൾ ഒരിക്കലും നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ഉപയോഗിക്കരുത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ഒരു സാധാരണ എപ്പോഴും പറയുന്ന തെറ്റാണ്. ഒരിക്കലും സാധൂകരിക്കില്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കില്ല. നോ. ഈ ഒരു ഭാഗം ഇതൊരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മള് പ്രത്യേകിച്ച് അല്ലെങ്കിൽ സാധകന്മാര് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കില്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കില്ല. ആധ്യാത്മിക പാതയിൽ അത് തെറ്റാണ്. ലക്ഷ്യം എത്ര പവിത്രമാണെങ്കിലും മാർഗവും പവിത്രമാണെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരുള്ളൂ, അല്ലെങ്കിൽ സാക്ഷാത്കാരം നടക്കുള്ളൂ.
ലക്ഷ്യം നല്ലതായി എന്നുള്ളത് കൊണ്ട് ലക്ഷ്യം ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കള്ളം പറയുക അല്ലെങ്കിൽ തെറ്റായ ജീവിതചര്യകളിലൂടെ മുമ്പോട്ട് പോവുക, സാക്ഷാത് അത് ശരിയാവില്ല. കാരണം ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവുക അത്രേ പലപ്പോഴും അത് നമുക്കിപ്പോ പറയാൻ സാധിക്കില്ല. ലക്ഷ്യവും മാർഗവും ഒന്ന് തന്നെയായിരുന്നു എന്നുള്ള ഒരു ബോധം നമുക്ക് ഈ മോക്ഷം എന്നുള്ളത്, മോഹക്ഷയം എന്ന് പറയുമ്പോൾ മോഹമുദ്ഗരം ഭജഗോവിന്ദത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ പറയാറുണ്ട്. ആ മോഹക്ഷയം വരുന്ന സമയത്ത് മോഹങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ വരുന്ന സമയത്ത് അത് തന്നെയായിരുന്നു മോക്ഷം എന്നുള്ള അവസ്ഥ റിയലൈസ് ചെയ്യുമ്പോൾ ആ ലക്ഷ്യവും മാർഗവും ഒന്നാണെന്നുള്ള ഒരു ബോധമണ്ഡലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മാർഗം. അപ്പൊ മാർഗം എന്നുള്ളത്, ലക്ഷ്യം എന്നുള്ളത് മാർഗത്തെ സാധൂകരിക്കുമെന്നുള്ള തെറ്റായ ഒരു വാക്യം ബാലവികാസ് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ വച്ചു പുലർത്തുകയോ പറയുകയോ എഴുതുകയോ ചെയ്യരുത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുകയില്ല. മാർഗവും ലക്ഷ്യവും രണ്ടും പ്യുവർ ആയിരിക്കണം, അല്ലെ? ഏറ്റവും പ്യൂരിറ്റി ഉള്ളതായിരിക്കണം, അല്ലെ? 918 പ്യൂരിറ്റി എന്ന് പറഞ്ഞില്ലേ ഗോൾഡ്, അത്രയും ആ പ്യൂരിറ്റി നിറഞ്ഞതായിരിക്കണം ഈ ലക്ഷ്യവും മാർഗവും. രണ്ടും പരിശുദ്ധമായാൽ മാത്രമേ പിന്നെ സാക്ഷാത്കാരം എന്നുള്ളത് സാധിക്കുള്ളൂ. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി, സർവദേവ തിരസ്കാരവും ശരിക്കും കേശവം അതിലേക്ക് തന്നെ പോകാൻ പറ്റും. വേറൊന്നും തിരസ്കരിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പണ്ട് പറഞ്ഞത് A.T. കോവൂരാണ് എന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരെക്കാളും A.T. കോവൂര് എന്നെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാവണന്റെ ആ ഭക്തി, അല്ലെ? ശ്രീരാമനെ കുറിച്ച് ബാക്കി എല്ലാവരും, കംസന്റെ കൃഷ്ണഭക്തി, ബാക്കി എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചത് കംസനായിരുന്നു. ബാക്കി എല്ലാവരേക്കാൾ കൂടുതൽ രാമനെ കുറിച്ച് ചിന്തിച്ച് മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നായി പേടിച്ചിട്ടാണെങ്കിൽ പോലും ആ ശ്രീരാമനെ കുറിച്ച് രാവണൻ ചിന്തിച്ചു. അപ്പൊ അവിടെ ആ ഒരു ഭാഗം പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് വേദങ്ങളിൽ ഈ സ്വസ്വരൂപ അനുസന്ധാനം എന്നുള്ള ഭാഗം വരുന്നത് എങ്ങനെയാണ്? വേദങ്ങളുടെ ലക്ഷ്യമിട്ടിട്ട്, വേദങ്ങളാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ വേദങ്ങളിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഈ 4 മഹാവാക്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്, നമുക്കത് പഠിക്കാനുണ്ട്. ഈ മഹാവാക്യങ്ങളെ അതിന്റെ ഓർഡർ അനുസരിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കണം. അപ്പൊ അത് ഈ സ്വസ്വരൂപ അനുസന്ധാനത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരം തന്നെയാണ്. ഈ സായുജ്യം എന്നുള്ള ഭാഗത്തിലേക്ക് എത്തുന്നത് ഇതൊക്കെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ഏത് 4 മഹാവാക്യങ്ങൾ. ആദ്യത്തെ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 4 മഹാവാക്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർഡർ പ്രധാനപ്പെട്ടതാണ്. പ്രജ്ഞാനം ബ്രഹ്മ. ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് പരമോന്നതമായ ബോധം, പരമോന്നതമായ ബോധം. പ്രജ്ഞാനം ബ്രഹ്മ, അതാണ് ബ്രഹ്മം തന്നെയാണ്. ഏറ്റവും ഉന്നതമായ ബോധം ബ്രഹ്മം തന്നെയാണ് എന്ന് ഉള്ള ആ അവസ്ഥ. ഇതാണ് ആദ്യത്തെ ഭാഗം. ഇത് ഏത് വേദത്തിലുള്ളതാണ്? ഋഗ്വേദത്തിലുള്ളതാണ്. ഐതരേയ ഉപനിഷത്ത്. ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തിൽ ഉള്ള ഭാഗത്തിൽ നിന്നാണ് ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത്. പരമോന്നതമായ സത്യം, ബോധം ബ്രഹ്മം തന്നെയാണ്. ഇതാണ് അറിയാം. ഇത് സാലൂക്യ സ്റ്റേജാണ്, അല്ലെ? പരമോന്നതമായ സത്യം ബ്രഹ്മം തന്നെയാണ്. ആ സ്റ്റേജ് നമ്മൾ അത് അറിയുന്ന, അതിനെ കുറിച്ച് പഠിച്ചു അറിഞ്ഞതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ ബാലവികാസ് ഗുരു ശിഷ്യന്മാർക്ക് ഉപദേശിക്കുകയാണ്. പരമോന്നതമായ സത്യം ബ്രഹ്മം, ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, ജഗത്ത് മിഥ്യയാണെന്നുള്ള അതിനെ കുറിച്ച് അതെന്താണെന്നുള്ള കുറിച്ച് അനാലിസിസ് ഒക്കെ പിന്നീട്. അപ്പൊ ബ്രഹ്മം സത്യമാണ്, അല്ലെങ്കിൽ പരമോന്നതമായ ആ ബോധമണ്ഡലം തന്നെയാണ് ബ്രഹ്മം. പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തിലെ വാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. രണ്ടാമത്തെ വാക്യം ഏതാണ്? രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, തത്വം അസി. നമ്മൾ എപ്പോഴും പറയുന്ന തത്വം അസി, അത് നീ ആകുന്നു. ഏത്? ആദ്യം പറഞ്ഞത് ഏത്? പരമോന്നതമായ ബോധമണ്ഡലം തന്നെ ബ്രഹ്മം, അത് നീ ആകുന്നു. തത്വം അസി രണ്ടാമത്തത്. അത് ഇതാണ് ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെ, ഇത്രയൊക്കെ
അനുഷ്ഠാനങ്ങളും 41 ദിവസത്തെ വ്രതവും ഒക്കെ അനുഷ്ഠിച്ച് ആ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ട് 18 പടി കയറി ഇടിയും കുത്തും ഒക്കെ കൊണ്ട് ആ അയ്യപ്പന്റെ മുമ്പിൽ എത്തിയിട്ട് കണ്ണടക്കേണ്ട ആവശ്യം പലപ്പോഴും നമ്മൾ കണ്ണടച്ചിട്ടാണ് അയ്യപ്പനെ നോക്കുക എന്ന് പറയും. എന്നിട്ട് അതിന്റെ മുകളിൽ അപ്പൊ എഴുതിയിട്ടുണ്ടാവും തത്വമസി എന്നുള്ളത്. അപ്പൊ അത് നീയാകുന്നു. ഇത് ഏത് വേദത്തിലാണ്? സാമവേദത്തിലെയാണ്. ഛാന്തോക്യോപനിഷത്തിലെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൽ പറയുന്ന മഹാവാക്യമാണ്. സാമവേദത്തിലെ ഛാന്തോക്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വം അസി. രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തേത് പ്രജ്ഞാനം ബ്രഹ്മ, ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തിലെ ഭാഗമാണ് പ്രജ്ഞാനം ബ്രഹ്മ. രണ്ടാമത്തത് തത്വമസി, സാമവേദത്തിലെ ഛാന്തോക്യോപനിഷത്തിലെ ഭാഗമാണ്. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടി ആദേശവാക്യങ്ങൾ എന്ന് പറയും. ആദേശവാക്യം എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യന് കൊടുക്കുന്ന ആദേശമാണ് ഇത് രണ്ടും. ഗുരു ശിഷ്യന് കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ താലൂക്യ സാമീപ്യം എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഭാഗം അതിന്റെ സാമീപ്യത്തിന്റെ കൂടെ ഇതിൽ വരും. അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന പ്രജ്ഞാനം ബ്രഹ്മയും തത്വം അസിയും. അത് രണ്ടും പഠിച്ചു. ഇനി മൂന്നാമത്തത് അയം ആത്മാ ബ്രഹ്മ, എന്നിലുള്ള ആത്മാവ് ബ്രഹ്മൻ തന്നെ. ഇവിടെ ആണ് ഇത് ഏത് അഥർവവേദത്തിലെ മാണ്ഡുക്യ ഉപനിഷത്തിലെ ഭാഗമാണ്. അഥർവവേദത്തിലെ മാണ്ഡുക്യ ഉപനിഷത്തിലെ ഭാഗമാണ് അയം ആത്മാ ബ്രഹ്മ. അയം ആത്മാ ബ്രഹ്മ, എന്നിലുള്ള ആത്മാവ് ബ്രഹ്മൻ തന്നെ. ഇത് ശിഷ്യൻ സ്വയം എന്താ സാധന ചെയ്യുന്ന ഭാഗമാണ് ഈ ഭാഗം. സാധന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സാമീപ്യം എന്നാണ് പറയാം. ആ സാമീപ്യത്തിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജ് അയം ആത്മ ബ്രഹ്മ, എന്നിലുള്ള ആത്മാവ് ബ്രഹ്മൻ തന്നെ. ആദ്യം പറഞ്ഞു പ്രജ്ഞാനം ബ്രഹ്മ, പരമോന്നതമായ ബോധമണ്ഡലം ബ്രഹ്മൻ തന്നെ. രണ്ടാമത് പറഞ്ഞു തത്വം അസി, അത് നീ തന്നെ. മൂന്നാമത് പറഞ്ഞു അയം ആത്മാ ബ്രഹ്മ. മൂന്നാമത് പറയലല്ല, മൂന്നാമത് സ്വയം പറയല, ശിഷ്യൻ സ്വയം പറയുന്നു അയം ആത്മാ ബ്രഹ്മ, എന്നിലുള്ള ആത്മാവ് ബ്രഹ്മൻ തന്നെ. ഇത് റിയലൈസ് ചെയ്യേണ്ടതാണ്. ഇത് സാമീപ്യം എന്നുള്ള, അതായത് ആ സാധന പ്രക്രിയ വരുന്നത് ഈ ഭാഗത്താണ്. സാധന മറ്റത് കേൾക്കുക, അല്ല കേട്ടതിനെ കുറിച്ച് ചിന്തിക്കുക, ചിന്തിച്ചതിനെ കുറിച്ച് അനുഭവിച്ചറിയുന്ന ആ ഭാഗം. അവസാനത്തെ ഭാഗം, അഹം ബ്രഹ്മാസ്മി. അവസാനത്തെ ഭാഗം അഹം ബ്രഹ്മാസ്മി. അതാണ് യജുർവേദത്തിലെ ബൃഹദാരണ്യോപനിഷത്തിലെ ഭാഗമാണത്രേ ഈ അഹം ബ്രഹ്മാസ്മി. ഞാൻ ബ്രഹ്മം തന്നെ, അഹം ബ്രഹ്മാസ്മി. ഇതാണ് അനുഭവവാക്യം എന്ന് പറയുന്നത്. അനുഭവിക്കുന്നത് ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് സായുജ്യം അടയലാണ്, അല്ലെ? നേരത്തെ പറഞ്ഞു സാരൂപ്യം കഴിഞ്ഞ് സായുജ്യം അടയുന്ന പ്രക്രിയയാണ് ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. ഇത് അനുഭവവാക്യം. അപ്പൊ 4 മഹാവാക്യങ്ങൾ അവ ഏത് വേദത്തിന്റെ ഭാഗമാണ്, ഏത് ഉപനിഷത്തിനെടുത്തതാണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനെ ഒരു ജീവൻ ബ്രഹ്മത്തിലേക്കുള്ള യാത്രയിൽ സ്വസ്വരൂപ അനുസന്ധാനം ചെയ്യുന്ന ഭാഗത്തിൽ ഇത് എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? ഓർഡർലി നമുക്കിതെങ്ങനെ ഈ 4 മഹാവാക്യങ്ങളേവാ എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഏതൊക്കെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ആ ഓർഡർ വളരെ ക്ലിയർ ആയിരിക്കണം. ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. എന്താ? പ്രജ്ഞാനം ബ്രഹ്മ, പരമോന്നതമായ ബോധമണ്ഡലമാണ് ബ്രഹ്മം. തത്വം അസി, അത് നീ തന്നെയാണ്, ആ ബ്രഹ്മം നീ തന്നെയാണ്. ഇത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഗുരുവിന് അതിലേക്ക് ആവേശമുണ്ടാകുന്നു, ആഗ്രഹമുണ്ടാകുന്നു, ത്വരയുണ്ടാകുന്നു. ആ ത്വര മൂത്ത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? സാധന ചെയ്യും. സാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൻ പറയുന്നു അയം ആത്മാ ബ്രഹ്മ, എന്നിലുള്ള ആത്മാവ് ബ്രഹ്മം തന്നെ. അങ്ങനെ കുറെ പറഞ്ഞ് സാധന ചെയ്ത് അനുസന്ധാനം ചെയ്ത് അവസാനം അവൻ പറയും അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെ. അപ്പൊ ഇത് പറയാൻ ഒരു ജീവനെ പര്യാപ്തമാക്കലാണ് സാധനകളുടെയൊക്കെ ലക്ഷ്യം. അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ഒരു ജീവനെ, അല്ലെ, ആദ്യം വേറൊരു ദ്വൈതഭാവത്തിൽ നിന്ന് പ്രജ്ഞാനം ബ്രഹ്മ, അതൊക്കെ വേറൊരു ഭാവത്തിൽ നിന്ന് നോക്കുകയാണ്. പ്രജ്ഞാനം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഒരു പരമോന്നതമായ ബോധമണ്ഡലമാണ്, അത് നീ തന്നെ. അപ്പൊ ഞാനും നീയും തമ്മിൽ അവിടെ വ്യത്യാസമുണ്ട്. ആ ദ്വൈതാവസ്ഥയിൽ നിന്ന് അദ്വൈതാവസ്ഥയിലേക്ക്, വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്ന ആ മൂന്നാമത്തെ പ്രക്രിയ, മൂന്നാമത്തെ സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന അയം ആത്മാ ബ്രഹ്മ,
അത് വിശിഷ്ടാദ്വൈത ഭാവത്തിലേക്ക് എത്തി. അത് അദ്വൈത ഭാവത്തിലേക്ക് എത്തുമ്പോ അഹം ബ്രഹ്മാസ്മി, ആനന്ദം, അല്ലെ ആ ബ്ലിസ്, അവിടെ ആ തുര്യാവസ്ഥയിലുള്ള ആനന്ദം മാത്രമാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല ആർക്കും. കാരണം അവിടെ പോയവരാരും തിരിച്ചു വന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അഹം ബ്രഹ്മാസ്മി എന്നുള്ള റിയലൈസേഷൻ നടന്ന അത് ആനന്ദാനുഭൂതി, ടോട്ടൽ ബ്ലിസ് എന്നൊക്കെ പറയാം. ഭഗവാന്റെ അടുത്ത് അവസാന കാലത്ത് ലാസ്റ്റ് വേർഡ് സ്വാമിയുടെ പറഞ്ഞതാണ്, ഐ ആം ഇൻ ടോട്ടൽ ബ്ലിസ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ ഈ ആശുപത്രി മുറിയിൽ കിടക്കുമ്പോ സത്യജിത്ത് അതെ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, സ്വാമി ഈസ് ഇറ്റ് പെയിനിങ്, ഈസ് ഇറ്റ് പെയിൻഫുൾ എന്നൊക്കെ പറഞ്ഞപ്പോ സ്വാമി ഒന്നും മറുപടി, സ്വാമി ഒരേ ഒരു മറുപടി മാത്രം, ഐ ആം ടോട്ടൽ ബ്ലിസ്, ഐ ആം ഇൻ ടോട്ടൽ ബ്ലിസ്, ഐ ആം ഇൻ ടോട്ടൽ ബ്ലിസ് എന്നാണ് ഭഗവാൻ അവസാനം പറഞ്ഞത്. പിന്നെ സത്യജിത്ത് ഇതിനു മുമ്പ് പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ അത് റിയലൈസ് ചെയ്യാൻ നമ്മുടെ ജന്മത്തിൽ സാധിക്കണം നമുക്ക്. അങ്ങനെ അവസാനം ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ ഈ ജീവൻ ഈ ഒരു ജീവിതം എടുത്തിട്ട് ആ ഒരു ജീവിതത്തിൽ തന്നെ ആ സാക്ഷാത്കാരം നടക്കുമെങ്കിൽ വളരെ വെൽ ആൻഡ് ഗുഡ്. അതിനനുസൃതമായിട്ട് നമ്മുടെ നമ്മൾ നീക്കി ബാക്കിയിരിപ്പ്, നമ്മുടെ സഞ്ചിത പ്രാരബ്ധ ഒക്കെ മാറ്റിയെടുക്കാൻ എളുപ്പമല്ലെന്ന് കഴിയും. പക്ഷെ നമ്മൾ അറിയാത്ത വിധത്തിൽ ഒരു ജീവിതം കൊണ്ട് തന്നെ ആ സാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിക്കും. ആ സാധനകളുടെ ശക്തി അതാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേമയോഗത്തിലൂടെ മുന്നോട്ട് ചലിക്കുന്നവർക്ക് ഇത് സാധിക്കുമെന്ന് പറയും. അപ്പൊ മഹാവാക്യങ്ങൾ ഒന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓർഡർലി പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രജ്ഞാനം ബ്രഹ്മ, രണ്ടാമത്തത് തത്വമസി, മൂന്നാമത്തത് അയമാത്മാ ബ്രഹ്മ, നാലാമത്തത് അഹം ബ്രഹ്മാസ്മി. ഈ നാല് മഹാവാക്യങ്ങളും ഏത് നാല് വേദങ്ങൾ ഇറക്കി വെച്ച് സാമവേദർ, അഥർവം എന്നുള്ളത് ഏത് വേദങ്ങളിൽ നിന്നും ഏത് ഉപനിഷത്തുകളിൽ നിന്നും എടുക്കുകയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. അത് പറഞ്ഞു കൊടുക്കണം. ആർക്കെങ്കിലും ഈ ഭാഗത്ത് സംശയമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ അതിന്റെ ഓർഡറിലാണ് പറയുന്നത്. അനുഷ്ഠാന മുറകൾ, സാധന മുറകളുടെ ഓർഡറാണ് ഇത്. സൂര്യൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? തരാം. ഓക്കെ. ഇതിന് വളരെ പ്രധാനപ്പെട്ട നിഷ്ഠ ആവശ്യമാണ് നമുക്ക്. നിഷ്ഠകൾ, അടുത്ത പോയിന്റ് അതാണ്. നിഷ്ഠകൾ എന്താ? ഇതൊക്കെ അനുഷ്ഠിക്കാനുള്ള നിഷ്ഠകൾ നേരത്തെ പറഞ്ഞ പോലെ സാരൂപ്യ സായുജ്യം എന്ന് പറഞ്ഞ പോലെ ബ്രോഡായിട്ട് ഇതിനൊരു എന്താ പറയുക നിഷ്ഠയുണ്ട്, ചര്യകളുണ്ട്. എന്തൊക്കെയാണ് അതിന് ബ്രോഡായിട്ട് പറയുന്ന ചര്യകളാണ്? ശ്രവണം, മനനം, നിധ്യാസം. സാധനയുടെ 3 പടികളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ സാലൂക്യം എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊരു ഭാഗം തന്നെയാണ് അല്ലെ? ആ സാലൂക്യ സാമീപ്യം രണ്ടും കൂടി, ശ്രവണവും മനനവും. ശ്രവണം ചെയ്യുക, കേൾക്കുക, ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ ഹിയറിംഗ്, ഇംഗ്ലീഷിൽ 2 വേർഡ് ഉണ്ട് അല്ലെ? ഹിയറിംഗ് ആൻഡ് ലിസണിങ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹിയറിംഗ് ആണോ വേണ്ടത്, ലിസണിങ് ആണോ വേണ്ടതെന്ന്. ഐ ആം ഹിയറിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ഐ ആം ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാ. ഐ ആം ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹിയർ, ഐ ഫർഗെറ്റ് അല്ലെ? ഐ ഹിയർ ഈക്വൽ ടു ഐ ഫർഗെറ്റ് എന്നാണ് അത്ര അർത്ഥം. ചൈനീസ് കൺഫ്യൂഷ്യസിന്റെ പഴമൊഴിയാണ്. ഐ സി, ഐ റിമെമ്പർ. വെൻ ഐ ഡു ഇറ്റ് ദെൻ ഓൺലി ഐ അണ്ടർസ്റ്റാൻഡ്. ഐ ശ്രവണം, മനനം, നിധ്യാസനം തന്നെയാണത്. ഐ ഹിയർ അല്ല, ഐ ലിസൺ ആണ് എപ്പോഴും കറക്റ്റ്. ഐ ലിസൺ എന്ന് പറഞ്ഞാൽ അതിൽ മനസ്സുണ്ട്, നമ്മുടെ ശ്രവണേന്ദ്രിയവും ഉണ്ട്. ശ്രവണേന്ദ്രിയത്തിന്റെ കൂടെ മനസ്സും കൂടി ചേർന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബോധമണ്ഡലവും കൂടി ചേർന്ന്, നമ്മുടെ അന്ധകരണങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഭാഗം ആണ്, പ്രക്രിയയാണ് ലിസണിങ്. അപ്പൊ ലിസൺ എന്നുള്ളത് മലയാളത്തിൽ ഞാൻ പറയുന്നത് പറഞ്ഞു സാധിക്കണം. ശ്രവണം, അതിനെയാണ് ശ്രവിക്കുക. ലിസണിങ് ആണ് ശ്രവണം, ഹിയറിംഗ് അല്ല ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞാൽ ലിസണിങ്. പരീക്ഷിച്ച് ശ്രവിച്ചതുപോലെ ആ നവവിധ ഭക്തി മാർഗങ്ങളുടെ ഭാഗം വരുമ്പോ അതുപോലെ ശ്രവണം എന്നുള്ള ഭാഗം പരീക്ഷിച്ച് ശ്രവിച്ചതുപോലെ ശ്രവിക്കണം. കാരണം ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവന്ന്, ആ മനസ്സ് അല്ലെ നമ്മുടെ അന്ധകരണങ്ങളെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവന്ന് ആ ശ്രവിക്കുന്ന പ്രക്രിയ.
ശ്രവണം. ഇപ്പൊ ഇന്ന് ഇതിനെ കുറിച്ച് കേട്ടു. ഇപ്പൊ ഇത് കേൾക്കുന്നതാണോ ശരിക്കും പറഞ്ഞാൽ ചര്യ? ഭഗവാൻ പറയുന്നു രണ്ടാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, നിഷ്ഠ. ഏതാണ്? മനനം ചെയ്യുക. മനനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ശരിക്ക് സ്വാമി പറയുന്നത്, അല്ലെ? നമ്മളിപ്പോ ഈ കുട്ടികളെ സമ്മർ ക്യാമ്പിലൊക്കെ മൈൻഡ് മാപ്പിംഗ്, അല്ലെ, വെബ് ചാർട്ടിംഗ് ഒക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുകയാണ് അതിന്റെ സൈക്കോളജി ഒക്കെ നോക്കുമ്പോൾ ഈ ഭാഗത്ത് മൈൻഡ് മാപ്പിംഗ്, നമ്മുടെ മനസ്സിലുള്ളത് മാപ്പ് ചെയ്യാൻ സാധിക്കണം. എങ്ങനെ മാപ്പ് ചെയ്യണം? നമ്മുടെ തെറ്റികൾ നമ്മളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? കുറേ മനനം ചെയ്യണം. അപ്പൊ ഇന്നിപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വേണ്ടത് ഇത് മനനം ചെയ്യുക. ഡിസ്കഷൻ ഈസ് എ പ്രോസസ്. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യാനുള്ള ഒരു ഭാഗം കൂടിയാണ്. രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യാം, അല്ലെ? തദ്ബുദ്ധി പ്രതിപാദേന പരിപ്രശ്ന സേവയ ഉപദേശിന്റെ ജ്ഞാനം ജ്ഞാന തത്വദർശിന, അല്ലെ? സാഷ്ടാംഗ നമസ്കാരം കൊണ്ടും പരിപൂർണമായ ഭക്തിവിശ്വാസങ്ങൾ കൊണ്ടും അറിയാത്തതിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തും ഒരു ശുശ്രൂഷ കൊണ്ടും ജ്ഞാനത്തെ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറയുന്നത്. അപ്പൊ കേട്ടതിനെ കുറിച്ച്, ശ്രവണം ചെയ്തതിനെ കുറിച്ച് മനനം ചെയ്യാൻ സാധിക്കണം. എന്നാലേ അവള് മനനം ചെയ്തതിനെ പ്രാബല്യത്തിൽ വരുത്തുക, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നിത്യ കർമ്മത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനെയാണ് നിധിധ്യാസനം. അപ്പൊ 3 പ്രോസസ്സ്: ശ്രവണം, മനനം, നിധിധ്യാസനം. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ശ്രവിച്ചതിനെ മനനം ചെയ്യുകയും മനനം ചെയ്യുകയെ നിധിധ്യാസനം ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരുത്തുക, ജീവിതത്തിലെ ഭാഗമാക്കി മാറ്റുക. എന്നാൽ മാത്രമേ അത് നിധിധ്യാസനമാവുള്ളൂ. സ്വാമി വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട്. ഭക്ഷണം പാകം ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു, അതാണ് ശ്രവണം. ആഹാരം പാകം ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു, എന്നിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതാണ് ശ്രവണം. മനനമോ? ഭഗവാൻ പറയുന്നു ആഹാരം കഴിക്കുക, ഇതാണ് മനനം. ആഹാരം കഴിച്ച ആഹാരം രക്തത്തിൽ ലയിക്കുക, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി എനർജി ആയിട്ട് ആ രക്തത്തിൽ ലയിക്കുക. അതിന്റെ പോഷകാംശങ്ങൾ മുഴുവൻ നമ്മുടെ ശരീര ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ആ ലയിക്കുക എന്നത് പ്രക്രിയയാണത്രേ നിധിധ്യാസനം. അപ്പൊ നമ്മൾ ഭഗവത് മഹിമ ശ്രവിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനനം ചെയ്യുക. മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും ചര്യകളിലും ആ ഭഗവത് മഹിമ വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള, അല്ലെ, നമ്മുടെ നോട്ടം, നമ്മുടെ ഭാവം, നമ്മുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള കർമ്മേന്ദ്രിയങ്ങളിലൂടെയുള്ള നമ്മുടെ എല്ലാ ചര്യകളും ആ ഈശ്വര മഹിമയെ പുകഴ്ത്തുന്ന വിധത്തിലായിരിക്കുന്ന ആകുമ്പോൾ അത് നിധിധ്യാസനമാകും. അത് സേവനമായാലും ഈശ്വര അവദാനങ്ങൾ സ്തുതിക്കുന്നതായാലും. അപ്പൊ ഇങ്ങനെയാണ് ഒരു അനുസന്ധാനം ചെയ്യേണ്ട ഒരു ജീവൻ ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യേണ്ടത്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത ഭാഗം, ഈ പറഞ്ഞ ഭാഗം വളരെ ക്ലിയർ ആയി എന്ന് മനസ്സിലാവുന്നു. എക്സാമ്പിൾ എപ്പോഴും ഓർമ്മിക്കുക. ആഹാരം പാകം ചെയ്യുക, പാകം ചെയ്യുന്ന ആഹാരം മുമ്പിൽ കൊണ്ടുവെക്കുന്നത് ശരിക്കും ശ്രവണം. മുമ്പിൽ കൊണ്ടുവച്ച ആഹാരം കഴിക്കാൻ തുടങ്ങുന്നത് മനനം. മനനം ചെയ്ത ആഹാരം നമ്മുടെ ഉള്ളിലേക്ക് പോയ ആഹാരം, കഴിച്ച ആഹാരം ശരീരത്തിന്റെ ഭാഗമായി തീരുന്നതാണ് ലയനം, അല്ലെങ്കിൽ എന്താ? നിധിധ്യാസനം. ഓക്കെ, അടുത്ത ഭാഗം കൂടി നമുക്ക് പ്രധാനപ്പെട്ടതാണ്. സാധനാ ചതുഷ്ടയങ്ങൾ. ഇതിലേക്ക് എത്താനുള്ള അടുത്ത മാർഗം ഏത്? സ്വസ്വരൂപ അനുസന്ധാനത്തിന്റെ മാർഗങ്ങൾ. അത് ശുദ്ധീകരണ പ്രക്രിയ എന്നാ പറയാം. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുന്ന നമ്മുടെ ശരിക്കും ഇതിനെ നമ്മുടെ യമനിയമങ്ങളുമായിട്ട് യോഗ മുറയിലെ യമനിയമങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ, അതുമായിട്ട് ബന്ധമുള്ളത് പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ പറയുന്ന സാധനാ ചതുഷ്ടയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും 4 എണ്ണം. അപ്പൊ സാധനയുടെ 4 പടികൾ, ഈ 4 കൂടി ചേർന്നിട്ടുള്ള മിശ്രിതം, ഒപ്റ്റിമം മിക്സ്ചർ ഇൻ ലൈഫ്. ഇത് 4 വേറെ വേറെ ആയിട്ട് കണക്കാക്കണ്ട. ഈ 4 കൂടി ചേർന്നിട്ടുള്ള ഒരാളുടെ ജീവിതചര്യ, അതെല്ലാം കൂടി ചേരുമ്പോൾ അയാള് ഉള്ള പ്രയാണം, അനുസന്ധാനം. അപ്പൊ 4 എണ്ണമാണ് സാധനാമുറകൾ. ഏതാണ്? വിവേകം,
വിവേകം എന്നാണ് ആദ്യം ചുരുക്കത്തിൽ. അതിന്റെ ഫുൾ പേരും കൂടി നമ്മൾ അറിയണം. അത് ശരിക്കും കുറച്ച് വേദാന്തപരമാണെങ്കിൽ നിത്യാനിത്യ വസ്തു വിവേകം. വിവേകം നിത്യാനിത്യ വസ്തു വിവേകം എന്നാണ്. നിത്യമായതേത് അനിത്യമായതേത് ഇത് തിരിച്ചറിയാനുള്ള ആ അറിവ്, ആ ജ്ഞാനം, അതാണ് വിവേകം. ക്ഷയോമാർഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല, അതിൽ ആയിക്കഴിഞ്ഞു, വിവേകം വന്നു കഴിഞ്ഞു അല്ലെ. നമുക്ക് രണ്ട് ശ്രേയസിന്റെ മാർഗമുണ്ട്, പ്രേയസിന്റെ മാർഗമുണ്ട്. രണ്ട് മാർഗങ്ങൾ വളരെ ക്ലിയറാ. ഒന്ന് നിങ്ങൾക്ക് ധാരാളം പണം കിട്ടും, യശസ് കിട്ടും, അല്ലെങ്കിൽ ജീവിതമൊക്കെ സുഖകരമായിട്ടിരിക്കും. ഇവിടെയുള്ള യാത്ര കുറച്ച് കഠിനമാണ്, പണം കിട്ടുമെന്ന് അങ്ങനെയുള്ള ഉറപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും ഈ മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ആ ശ്രേയ മാർഗം തിരഞ്ഞെടുക്കാനുള്ള വിവേകം, അതാണ് അല്ലെ ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്നുള്ളത് നമ്മൾ പറയില്ലേ. ഭഗവാൻ പറയുന്ന 5 Ds ഡിസ്ക്രിമിനേഷൻ എവിടെയാണ് വരുന്നത്? തെറ്റും ശരിയും തിരിച്ചറിയുക. ശരിയേത് തെറ്റിയത് എന്നുള്ള ഉത്തരവ് അങ്ങനെയൊന്നുമില്ല, എല്ലാം ശരിയാണ്, അത് കാലദേശത്തിനനുസരിച്ച് അത് മാറും എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അവിടെ അങ്ങനെയല്ല. ധർമ്മം ഏത് അധർമ്മം ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഉള്ള കഴിവ്, അറിവ്, അതിനാണ് വിവേകം. ഈശ്വര അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കേണ്ട ജീവൻ ആ ഈശ്വര അനുസന്ധാനം ചെയ്യണമെങ്കിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സാധന ഏതെന്ന് തിരിച്ചറിയേണ്ട മാർഗത്തെയാണ് വിവേകം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തത് വൈരാഗ്യം. ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഹത്തിലും പരത്തിലും അത് ഫലം തരുന്നതാ. അപ്പൊ വിവേകം, വൈരാഗ്യമാണ് രണ്ടാമത്തത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ വൈരാഗ്യം എത്ര എളുപ്പമല്ല. അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്മെന്റ് വിത്ത് അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. വൈരാഗ്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൈരാഗ്യ സ്തുതിയെ കുറിച്ച് ശങ്കരാചാര്യരുടെ വൈരാഗ്യ സ്തോത്രങ്ങളുണ്ട്. അത് കേൾക്കണം, അത് പഠിക്കണം. അത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അല്ലെ. അച്ഛനില്ല, അമ്മയില്ല, അതെ, മാതാനാസ്തി പിതാനാസ്തി എന്നൊക്കെ പറഞ്ഞ അതിനു മുമ്പ് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ കളിയാക്കിയത്. അങ്ങനെയുള്ള വൈരാഗ്യസ്ഥിതി വളരെ നല്ലതായിട്ടോ. ശങ്കരാചാര്യരുടെ വൈരാഗ്യസ്ഥിതി ഞാൻ ഇതിനുമ്പ് അയച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അയച്ചു തരാം. ആ വൈരാഗ്യ സ്തോത്രങ്ങളൊക്കെ ഒരു തവണ വായിക്കുന്നു വേണം. 8 സ്തോത്രങ്ങളുണ്ടായിരുന്നു. ശങ്കരൻ എഴുതിയ മനോഹരമായ ആ അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ഭാഗം ശങ്കരനെ പോലെ വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. അത് വായിക്കണം. കുറച്ച് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആഗ്രഹിക്കുന്നവരൊക്കെ ശങ്കരന്റെ ആ വൈരാഗ്യ സ്തോത്രങ്ങളൊക്കെ വായിക്കും. ഞാൻ അയച്ചു തരാം. ഞാനത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, PDF ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്ന്. ഓക്കെ. അപ്പൊ വൈരാഗ്യം ഒരു എക്സാമ്പിൾ പറയാം വൈരാഗ്യത്തിന്. നമ്മള് മുമ്പ് ഞാൻ ഇതോടെ പറഞ്ഞിട്ട് ഓർമ്മയില്ല. പണ്ട് നമ്മുടെ പുണ്യ ഒരു പ്രഭാഷണത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനോഹരമാണ്. നമ്മുടെ വൈരാഗ്യം എങ്ങനെയാണ് നശിക്കുന്നത് എന്ന്, പലപ്പോഴും അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ കേട്ടിട്ടില്ല. ഒരു തവണ പോലും ഞാൻ ഇതുവരെ പ്രശാന്തതയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എന്താ കാരണം? വീട്ടിൽ നായുണ്ട്, ഒരു പട്ടീനെ വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പക്ഷിക്ക് വേണ്ടി ജന്മം പാഴാക്കുന്ന പ്രശാന്ത സേവ കളയുന്നവരുണ്ട്. നമ്മുടെ പലപ്പോഴും ഒരു ചെറിയൊരു പുല്ല് വീട്ടിലെ ഒരു ഗാർഡൻ വെച്ച് പിടിപ്പിച്ചാല് ആ ഗാർഡന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ പാഴാക്കും. പിന്നെ വീട്ടിൽ ഇറങ്ങാൻ തുടങ്ങാൻ പറ്റില്ല. പറയും പോയ സ്ഥലത്ത് മുഴുവൻ ഈ ഗാർഡന് ആര് വെള്ളം നനയ്ക്കും, അതിന് എങ്ങനെയാണെന്ന്. ഗാർഡനിങ് വേണ്ടതൊന്നും അല്ലാത്ത ഞാൻ പറയുന്നതിന്റെ അറ്റാച്ച്മെന്റ് എങ്ങനെയാ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ചെറിയൊരു കാര്യം മതി. ഇപ്പൊ വീട്ടിലിവിടെ ഞാനിപ്പോ കുറേ നായ്ക്കൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത്, ഇതിനൊക്കെ ഭക്ഷണം കൊടുക്കൽ ഒരു ശീലമായി മാറി. പക്ഷെ ഇപ്പൊ ഒരു ദിവസം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഗിൽറ്റി കോൺഷ്യസ്നെസ് ആയി. നായ്ക്കൾ വരുമല്ലോ, എന്നെ കാത്തു നിൽക്കുമല്ലോ എന്നുള്ളൊരു പേടിയായി. അപ്പൊ അടുത്ത വീട്ടിലെ ഏൽപ്പിക്കും. ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് അല്ലെ, ഇതിനെയൊക്കെ വളർത്തിയിട്ട് അവസാനം നമുക്ക് സത്യസായി ഭക്തന്മാർക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഡിറ്റാച്ച്മെന്റിന് വിഘാതമാണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. എന്നിട്ട് പറഞ്ഞു, ഒരു സന്യാസിയും മകനെ ഈ വൈരാഗ്യത്തോടെ വളർത്താൻ സന്യാസി പ്രത്യേകം ശ്രദ്ധിച്ചു. ചെറുപ്പം മുതൽ അവനൊരു 10-12 വയസ്സ് ഉപനയനമൊക്കെ കഴിഞ്ഞ് സ്വന്തം ഭിക്ഷയച്ചിട്ടാണല്ലോ അവര് ജീവിക്കുക. ആ ഭിക്ഷയച്ച് ജീവിക്കാനൊക്കെ ഉള്ള പ്രായത്തിലെത്തിയപ്പോൾ ഇവര് ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലേ ആ വൈരാഗ്യങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് സ്വന്തമായി ഭിക്ഷയാചിക്കാൻ ഭക്തി എന്താ പറയണ്ടേ, ഇവര് ഇതുപോലെ ഉടുക്കില്ല, വസ്ത്രം പോലും ഉടുക്കില്ല.
അതിനോട് പോലും ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഈ കുട്ടി അച്ഛൻ എന്നിട്ട് തപസ്സിന് പോവാണ്, ജീവിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഏതെങ്കിലും കാലത്ത് തപസ്സൊക്കെ ഇതായി കഴിയുമ്പോൾ ഞാൻ വരാം. തപസ്സിന് ഇടക്കിടയ്ക്ക് ഇവര് തപസ്സിന് പോകുമല്ലോ, അങ്ങനെ തപസ്സിന് പോവാണ്. അങ്ങനെ മകൻ ഭിക്ഷയായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ വീട്ടിലും പോകും. വീട്ടിൽ പോയിട്ട് ആ കൗമാര പ്രായത്തിലുള്ള ഭരതനുണ്ണി എന്ന പേര്, എനിക്ക് കൃത്യമായിട്ട് പേരറിയില്ല, ആരോ എഴുതി തന്നിരിക്കുന്നു ഭരതനുണ്ണി. താങ്ക് യു സായിരാം. ഭിക്ഷയായിരിക്കാൻ പോയിട്ട് ചെറുപ്പക്കാരനല്ലേ, തുണി കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ വീട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, ഇതെന്താണ് ഇതുപോലെ ചെറുപ്പക്കാരന് തുണി കൊടുക്കാതൊക്കെ നടന്ന മോശമല്ലേ, അയ്യേ എന്താ ഒരു ചെറിയ തുണി പോലും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കില്ലേ, ആരും തരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്താ ഞങ്ങൾ തരാന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചെറിയ തുണിക്കഷ്ണം കൊടുത്ത് കോണകായിട്ടൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങുമ്പോ ഈ ചെറുപ്പക്കാരന് വളരെ സങ്കടം തോന്നി, ഇത്ര ചെറുപ്പത്തിലെ തുണി കൊടുക്കാതെ നടക്കുന്നത്. അങ്ങനെ ആ കോണകം കൊടുത്തു. കോണകം പിറ്റേ ദിവസം പോകണമല്ലോ, അപ്പൊ കോണകം അലക്കിയിടണമല്ലോ. അലക്കിയിടപ്പോ വേറൊരു കോണകത്തിന്റെ കഷ്ണം കൂടി അവർ കൊടുത്തപ്പോ അത് കൊടുത്തു. പിറ്റേ ദിവസം വരുമ്പോഴേക്കും ആദ്യത്തെ കോണകത്തിന്റെ കഷ്ണം കാണാനില്ല, കാരണം അത് എലിയോ മറ്റേ കൊണ്ടുപോയി വീട്ടിൽ നിന്ന്. അപ്പൊ എല്ലാ ദിവസവും പോയിട്ട് കോണക കഷ്ണം ചോദിക്കാൻ തുടങ്ങി വീടുകളിൽ. അപ്പൊ അവര് പറഞ്ഞു, എന്തൊരു തോന്നിയ ദിവസം നിങ്ങൾ ഇങ്ങനെ എപ്പോഴും തന്നൊന്നും സൂക്ഷിക്കാൻ അറിയില്ലേ. അപ്പൊ ഇങ്ങനെ എലി പിടിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊരു പൂച്ചനെ വളർത്തിക്കൂടെ എലിനെ കളയാൻ വേണ്ടിയിട്ട്? പൂച്ചക്കുട്ടീനെ വേണം ഞങ്ങൾ വരാന്ന് പറഞ്ഞ് പൂച്ചക്കുട്ടീനെ കൊടുത്തു. അങ്ങനെ പൂച്ചക്കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ, പാല് വാങ്ങിക്കാനായിട്ട് എല്ലാ ദിവസവും പാല് അവര് പറഞ്ഞു, എന്താ നിങ്ങക്ക് പശുവൊക്കെ ഉള്ള നാടാണ്, ഒരു പശുവിനെ വളർത്തി തരാനാണ് പശുവിനെയും കൊടുത്തു. അപ്പൊ പശുക്കുട്ടിയായി ഇതായി. വീണ്ടും പശുവിനെയും ഒക്കെ പോറ്റാനും പണത്തിനായിട്ട് പല ആഹാരത്തിനൊക്കെ ഇയാൾക്ക് മാർഗമില്ല, ഭിക്ഷ അയച്ചിട്ടല്ലേ ജീവിക്കുന്നത്. അതിനൊക്കെ പോകുമ്പോ അവര് പറഞ്ഞു, നിങ്ങളെ നന്നായിട്ടൊന്ന് ജീവിച്ചൂടെ, ഒരു കല്യാണമൊക്കെ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു. ജഡഭരതന്റെ കഥയായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അതിനെ ജഡഭരതൻ ഞങ്ങള് ആ കഥയൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഏതാണ്. ഇപ്പൊ തൽക്കാലം ഇതിന്റെ പ്രാധാന്യം ഇതൊന്നുമല്ല, ആരുടെ കഥ എന്ത് പേര് ഇതൊന്നും പ്രധാനമല്ല. പ്രധാനം ഇതിന്റെ പോയിന്റ് ഡിറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അവസാനം ഈ പയ്യൻ പറയും, നിങ്ങക്ക് വീട്ടിലൊരു കല്യാണമൊക്കെ കഴിക്കൂ, എന്നിട്ട് ഒരു യുവതിനെ കല്യാണമൊക്കെ കഴിപ്പിച്ചു കൊടുക്കും. അങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആവും. കുട്ടികളൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുക. കുറെ കാലം കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ പ്രാരബ്ധങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള വിഷമങ്ങളും കുട്ടികളുടെ ആരോഗ്യം അങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ വരുന്നത്, തപസ്സിനെ കഴിഞ്ഞിട്ട് വരികയാണ് കുറെ കാലം കഴിഞ്ഞ്. അപ്പൊ ഇപ്പൊ നല്ല വീട് കിട്ടിയിരിക്കണം അല്ലെ, പശുക്കളുണ്ട്, കുട്ടികൾ. അങ്ങനെ തന്റെ മകനാണെന്ന് തോന്നില്ല, നല്ല വേഷഭൂഷാദികളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അത് ഇവിടെ പറ്റിട്ട് നിനക്ക് ചോദിക്കുന്നുണ്ട് അച്ഛൻ. അപ്പോ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അച്ഛന്റെ പാദം പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയണ, അച്ഛ ഈ കോണകാണ് ഇതിന് മുഴുവൻ കാരണം എന്ന് പറയാണ്. ആ കോണകത്തെ ചൂണ്ടിട്ടാ പറയുന്നു. കളിയാക്കിയിട്ട് ഒരു കോണകം കൊടുത്തതാണ്. അറ്റാച്ച്മെന്റ് വിത്ത് കോണകം. അതിലൂടെ ജീവിതം പോയി കിട്ടി. ഏത് ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അച്ഛൻ നടത്തിയത്, ആ ലക്ഷ്യ സാക്ഷാത്കാരം നടന്നില്ല. അതിനുവേണ്ടി വേറൊരു ജന്മം എടുക്കേണ്ടി വരും ചിലപ്പോൾ. ഇവിടെ വൈരാഗ്യം എന്നുള്ള ഭാഗം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, വൈരാഗ്യം എന്നുള്ളത് അത്ര എളുപ്പം നേടിയെടുക്കാൻ പറ്റുന്നതല്ല. നേരത്തെ ഞാൻ പറഞ്ഞത് അതാണ്. ശരിക്ക് വൈരാഗ്യം ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുക, ഈശ്വരന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. നമ്മളൊരു ലൈഫിൽ കുറേ ബന്ധുക്കളും ചങ്ങാതിമാരും ഒക്കെ പോകുന്നത്, കണ്ട സ്ഥലത്ത് മുഴുവൻ പോവുക, കണ്ടത് മുഴുവൻ വാരി കൂട്ടുക, അങ്ങനെ ജീവിക്കാൻ പറ്റിയവരല്ല നമ്മൾ. അതിനാണ് സീലിംഗ് ഓൺ ഡിസൈസ് ഒക്കെ വെക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു യോഗിയുടെ ജീവിതചര്യ സാധിക്കണമെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കാം. വിത്ത് ലിമിറ്റഡ് എന്താ ഫ്രീഡം എന്ന് ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ സർവ്വതന്ത്ര സ്വതന്ത്രനായിട്ട് വിഹരിച്ച് ലോകം മുഴുവൻ അല്ല അങ്ങനെ പറഞ്ഞ എന്തായാലും ലൈഫ് ഈസ് സ്മോൾ. എപ്പോഴാണ് ഇപ്പൊ കൊറോണ ഒക്കെ എപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ജീവിതം, എന്തിനും ഇതൊക്കെ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പാടിച്ച് പൊളിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്. അത് മതി നമ്മളുടെ എത്രയും കാലത്ത് തപസ്സിനെ ഇല്ലാതാക്കാൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വൈരാഗ്യം എന്നുള്ള ഭാഗം വരുമ്പോൾ ഈശ്വരനുമായി യോജിച്ചു കഴിഞ്ഞാൽ വൈരാഗ്യം തന്നെ വരും. അപ്പോ പ്രയോഗമാർഗത്തിലേക്കുള്ള അല്ലെ ആ
വിഷയാസക്തി മുഴുവൻ ഇല്ലാതാകും. വിഷയാസക്തി ഇല്ലാതാവണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആസക്തി നമുക്കുണ്ടാവണം. ആ ആസക്തി ഈശ്വരനായിരിക്കണം. ഈശ്വരനുമായിട്ട് ആസക്തി കൂട്ടിയാൽ ആസക്തി അല്ലെ മാത്രം മതി, ശക്തി ഞാൻ നിനക്ക് തരും എന്ന് സത്യസായി ഭഗവാനാണ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. ആസക്തി മാത്രം മതി, ശക്തി ഞാൻ, ബി അവൈലബിൾ അല്ലെ, എഫിഷ്യൻസി പിന്നെ എബിലിറ്റി ഒക്കെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, ബി അവൈലബിൾ എന്ന് സ്വാമി നമുക്ക് ഉറപ്പ് നൽകുന്നു. അവിടെ ഇതേപോലെ വൈരാഗ്യം എന്നുള്ള ഭാഗത്തിലെത്തുമ്പോൾ ഇഹാമുത്ര ഫല ഭോഗ വിരാഗം ഇഹത്തിലും പരത്തിലും നമുക്ക് എന്ത് കിട്ടിയാലാണോ വൈരാഗ്യം ഉണ്ടാകുന്നത് അതിനെ നേടേണ്ടത് ഈശ്വരനെയാണ്. അപ്പൊ ഈശ്വര കർമ്മങ്ങൾ ഒഴിച്ച് മറ്റുള്ളതിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ്, തെറ്റ് നശ്വരമായതും അനശ്വരമായതും തിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് ശരിക്കും പറഞ്ഞാൽ വൈരാഗ്യം. അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത അനശ്വരമായ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറെ ടെംപ്റ്റേഷൻ വരും. ആ ടെംപ്റ്റേഷനോട് താല്പര്യമില്ലായ്മ, അതുപോലുള്ള വൈരാഗ്യം, ഈ വിഷയസുഖങ്ങളിൽ ഉള്ള ആസക്തി ഇല്ലായ്മ, അതൊക്കെ അല്ലെ. എന്തെങ്കിലും അതിന് അപകടം എന്ന് പറഞ്ഞ് ഇയാള് പാക്കനാറ് ഓടിയത് പോലെ അല്ലെ, യഥാസംഹൃതേജായ കൂർമോങ്കാനീവ സർവശ, ആമ ഇങ്ങനെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ എങ്ങനെ വലിക്കാൻ സാധിക്കണം? വിഷയസുഖങ്ങളിൽ നിന്ന് നമ്മളെ ഉള്ളിലേക്ക് വലിക്കാൻ സാധിക്കണം. വ്യാഹാരം. അതുകൊണ്ട് വൈരാഗ്യം, വിവേകം, വൈരാഗ്യം. മൂന്നാമത്തത് ഷഡ് സമ്പത്തി, ശമം. ഷഡ് സമ്പത്തി പറഞ്ഞാൽ ഷഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, 6 സമ്പത്തുകൾ എന്നാ പറയുന്നത്. വളരെ എളുപ്പമായിട്ട് നമുക്ക് തന്നെ പറയാം, വലിയ അർത്ഥത്തിലേക്കൊന്നും പോകണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് പറയാം. ഷഡ് 6 കാര്യങ്ങൾ. ശമം, മനോനിയന്ത്രണം, മനസ്സിനെ ശമിപ്പിക്കുക. ഇവിടെ ഓർപ്പിച്ചാൽ മതി. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഈ അന്ധകരണം ഉണ്ടല്ലോ, 4 അന്ധകരണങ്ങളെ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്ത് എന്ന് പറയും. ആ 4 ഒരേ സാധനത്തിന്റെ 4 സ്റ്റേജസ് ആണ്. ഒരേ സാധനത്തിന്റെ ഇത് 4 വേറെ വേറെ അല്ല. അതിന്റെ നോളജ് ഗെയിനിങ് അനുസരിച്ച് അതിന്റെ റിയലൈസേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ. ആ അന്ധകരണങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം, ആദ്യത്തെ ഭാഗം പിന്നെ മനസ്സിനെ ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റുക. മനസ്സ് അതാണ് ശമം. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഇല്ലാതാക്കുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അല്ലെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. ശമം, ദമം. മൂന്നാമത്തെ ഉപരതി. ഉപരതി പറഞ്ഞാൽ തൃപ്തി. ഞാൻ നേരത്തെ പറഞ്ഞത് ഫീലിംഗ് ഓൺ ഡിസൈസ്, കുറച്ച് കിട്ടിയാലുമുള്ള ആ തൃപ്തി. എല്ലാം കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ള ആ ഫിലോസഫി. കൗണ്ട് യുവർ ബ്ലെസ്സിങ് ഡെയിലി. ഞാൻ ഇതിനു മുമ്പേ നമ്മളത് കുറേ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഭഗവാന്റെ വരദാനമാണ് രാവിലെ എഴുതാൻ തൃപ്തി. എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, ഭഗവാന്റെ മഹിമ കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ടെക്നോളജി, എനിക്കൊരു മൊബൈൽ ഫോൺ, ഇതിലൂടെ ഇതൊക്കെ കേൾക്കാൻ സാധിക്കുന്നു. എന്റെ ഭഗവാനെ, ഞാൻ എന്തൊരു അനുഗ്രഹീതനാണ് ഈശ്വര. അങ്ങനെയുള്ള ആ തൃപ്തി. അപ്പം ശമം, ദമം. ശമം എന്ന് പറഞ്ഞാൽ മനോനിയന്ത്രണം, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതിലൊക്കെ വലിയ പ്രോസസ്സാണ്. മൂന്നാമത്തത് ഉപരതി. നാലാമത്തത് തിദിക്ഷ. തിദിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികാരം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുക. തിദിക്ഷയ്ക്ക് കുറെ അർത്ഥങ്ങൾ പറയുന്നുണ്ട് പലരും. പക്ഷെ സ്വാമി പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ അർത്ഥം ആലോചിച്ചാൽ മതി. ഫർഗെറ്റ് ആൻഡ് ഫർഗീവ്, അതാണ് തിദിക്ഷ. ഫർഗെറ്റ് ആൻഡ് ഫർഗീവ്. ലവ് ഓൾ സർവ് ഓൾ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഹൗ ടു റിയലൈസ് ഇറ്റ്, എങ്ങനെയാണ് ലവ് ഓൾ സർവ് ഓൾ റിയലൈസ് ചെയ്യാൻ സാധിക്കുക? ഒരേ ഒരു മാർഗം, ഫർഗെറ്റ് ആൻഡ് ഫർഗീവ്. മറക്കുക, പൊറുക്കുക, മറക്കുക, പൊറുക്കുക, അപ്പൊ തിദിക്ഷ എന്ന് പറഞ്ഞാൽ മറക്കുക, പൊറുക്കുക എന്ന് തന്നെയാണ്. പ്രതികാരം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാവും അല്ലെ. കുറുക്കന്റെ കിട്ടാത്ത മുന്തിരി കുളിക്കുന്ന പറയുന്നത് പോലെയല്ല. കഴിവില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കാം, അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ കഴിവുണ്ടായിട്ടും നമുക്ക് മറ്റുള്ളവരിലുള്ള ഈശ്വരനെ മാനിച്ചുകൊണ്ട്, ഈശ്വരത്വത്തെ മാനിച്ചുകൊണ്ട് ആ ലവ് ഓൾ സർവ് ഓൾ എന്നുള്ള പ്രിൻസിപ്പിൾ, ഫർഗെറ്റ് ആൻഡ് ഫർഗീവ് എന്നുള്ള പ്രിൻസിപ്പിൾ, മറക്കുക, പൊറുക്കുക എന്നുള്ള പ്രിൻസിപ്പിൾ നടപ്പാക്കിക്കൊണ്ട് ജീവിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി, അല്ലെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഭാവത്തിലേക്ക് എത്തിച്ചേരലാണ് തിദിക്ഷ. ആ ഒരു ഓർമ്മയോടുകൂടി പോലും വേണ്ട, അത് ചെയ്യുകയാണ് അല്ലെ. സ്വാമി പറയുന്ന ആ ഡ്യൂട്ടി വിത്തൗട്ട് ലവ് ഈസ് ഡിപ്ലോറബിൾ, ഡ്യൂട്ടി വിത്ത് ലവ് ഈസ് ഡിസൈറബിൾ, ലവ് വിത്തൗട്ട് ഡ്യൂട്ടി ഈസ് ഡിവൈൻ. ഇവിടെ ലവ് വിത്ത് ഡ്യൂട്ടിയാണ് ഈ തിദിക്ഷ.
love without duty. Duty without love is deplorable. Duty with love is desirable. Love without duty is divine. ആ ഡിവൈൻ ലവ് ആണ് തിദിക്ഷ. അവിടെയാണ് മറക്കുക പൊറുക്കുക എന്നുള്ളത് വരുന്നത്. മറക്കുക പൊറുക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്, ഡിവൈൻ ലവിന്റെ ഭാഗമാണ്. ശമം, ദമം, തിദിക്ഷ, ഉപരതി, തിദിക്ഷ. ശ്രദ്ധ, സമാധാനം. അടുത്ത രണ്ടും സമാധാനം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്, അചഞ്ചലമായ വിശ്വാസം. ഈ നാമത്തിലും ഈ രൂപത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസം. ഈ അചഞ്ചലമായ വിശ്വാസത്തെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇതിൽ പറയുന്ന സത്യസായി സേവാ സംഘടനയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഭാഗം ശ്രദ്ധ. സത്യസായി സേവാ സംഘടനയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഈ നാമത്തിലും രൂപത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസം. ഞാൻ അതിന്റെ കുറെ എക്സാമ്പിളൊക്കെ, കസ്തൂരിയുടെ എക്സാമ്പിളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശമം, മനോനിയന്ത്രണം, ദമം, ഇന്ദ്രിയ നിയന്ത്രണം, ഉപരതി, തൃപ്തിയാണ്. പിന്നെ തിദിക്ഷ, പ്രതികാരം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിവൈൻ ലവ് പ്രകടിപ്പിക്കാനുള്ള മാർഗം. ഒരിക്കലും പ്രതികാരം ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിലും പ്രതികാരം ചെയ്യാൻ, ക്ഷമിക്കാനുള്ള കഴിവ്. ഉപരതി, ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞ വിശ്വാസം. സമാധാനം, സമാധാനം എന്ന് പറഞ്ഞ ശാന്തി, പീസ്. അപ്പൊ പീസ് ഉണ്ടാവണമെങ്കിൽ ആദ്യത്തെ. അപ്പൊ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തി. ഇനി നാലാമത്തതാണ് മുമുക്ഷുത്വം. അത് ജന്മം കൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗ്യം, മനുഷ്യനായതുകൊണ്ട് കഴിഞ്ഞാൽ മുമുക്ഷുത്വം വേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. മോക്ഷം അടയാനുള്ള മാർഗം. ഞാൻ മോക്ഷത്തെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. മോക്ഷം എന്നുള്ള ഒരു സ്റ്റേജ് അല്ല എന്നുള്ളതും, മോക്ഷം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കും. മോഹക്ഷയം ആണ് മോക്ഷം എന്നുള്ളത്. അതായത് നമ്മൾ നിർത്തുന്നതിന് മുമ്പേ നമുക്ക് സത്യസായി ഭക്തന്മാർക്ക് ഇതൊക്കെ റിയലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 കോഡ് ഓഫ് കോണ്ടാക്റ്റും ദിവ്യത്വത്തിലേക്കുള്ള പാതകളും അനുസരിച്ചാൽ മാത്രം മതി. പ്രേമയോഗത്തിൽ ചിരിക്കുന്നവർക്ക്, നമ്മളൊരു സാധാ സാധകനാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളിൽ അറിവുണ്ടായാൽ മതി. ഒന്ന് ഷഡ്കർമ്മങ്ങൾ അല്ലെ, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തത് യജനം, യാചനം, പഠനം, പാഠനം, ദാനം, പരിഗ്രഹം അല്ലെങ്കിൽ പരിഗ്രഹം. അതുപോലെ ഷഡ്കർമ്മങ്ങള്, പഞ്ചയജ്ഞങ്ങള്. പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗ്രൂപ്പ് 2 ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് പുസ്തകത്തില്. ബ്രഹ്മയജ്ഞം ദേവയജ്ഞം വേറെ വേറെ എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ് കേട്ടോ, അങ്ങനെയല്ല. ബ്രഹ്മയജ്ഞം ദേവയജ്ഞം ഒന്നാണ്. അപ്പൊ ബ്രഹ്മയജ്ഞം ഓർ ദേവയജ്ഞം, രണ്ടാമത്തെ ഋഷിയജ്ഞം, മനുഷ്യയജ്ഞം അല്ലെങ്കിൽ അതിഥിയജ്ഞം എന്ന് വേണമെങ്കിൽ പറയാം, നാലാമത്തെ പിതൃയജ്ഞം, ഭൂതയജ്ഞം. ഇങ്ങനെ 5 യജ്ഞങ്ങളാണ്. ഇത് ഒരു ഗൃഹസ്ഥൻ എപ്പോഴും ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അപ്പൊ 6 പിന്നെ കർമ്മങ്ങള്: യജനം, യാചനം, പഠനം, പാഠനം, ദാനം, അപരിഗ്രഹം. ദെൻ ഇവിടെ പഞ്ചയജ്ഞങ്ങള്, യമനിയമങ്ങള് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ. അഹിംസ, സത്യം, ആസ്തേയം, അവർ ആ ഡീറ്റെയിൽ മുഴുവൻ നമ്മൾ പഠിച്ചു. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം അല്ലെ, ഈശ്വര പ്രണിധാനം എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗങ്ങള്. അപ്പൊ യമനിയമങ്ങള്, പിന്നെയോ സാധനാചരിഷ്ടങ്ങൾ. ഈ 4 ഭാഗങ്ങളൊന്ന് കൃത്യമായി ഒരു സാധകം പഠിക്കുകയാണെങ്കിൽ സ്വസ്വരൂപാനുസന്ധാനം ക്ലിയർ ആയി. സ്വസ്വരൂപാനുസന്ധാനമാണല്ലോ നമ്മുടെ ഇന്നത്തെ സാധനയുടെ ലക്ഷ്യം. ഇനി ഇതില് നവവിധ ഭക്തി മാർഗങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ഷഡ്കർമ്മങ്ങൾ വേണം, പഞ്ചയജ്ഞങ്ങൾ വേണം, യമനിയമങ്ങൾ വേണം, സാധനാചരിഷ്ടങ്ങൾ. 4 ഈ 4 ഓർമ്മിക്കപ്പെടും. ഇത് എപ്പോഴും നമ്മുടെ സ്മരണയിലുണ്ടാണ്. ഇത് ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ 4 അറിയാൻ സാധിക്കണം. ഏതൊക്കെ? ഒന്ന് ഷഡ്കർമ്മങ്ങൾ. 6 കർമ്മങ്ങളുണ്ട് മനുഷ്യനായി ജനിച്ചാൽ. പിന്നെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ഇതും വേണമെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പഞ്ചയജ്ഞങ്ങളാണ് അടുത്തത്. പിന്നെ രണ്ടാമത്തത്. മൂന്നാമത്തത് യമനിയമങ്ങളാണ്. 4മത്തത് സാധനാചരിഷ്ടം. ഇതിനെ കുറിച്ച് മാത്രം വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലെ ഇൻട്രൊഡക്ഷനിൽ തുടക്കത്തിൽ ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. ഈ കാര്യത്തില് ഇതിന് സായിഭക്തന്മാര് ഈ 9 കോഡ് ഓഫ് കോണ്ടാക്ട് കൊണ്ട് ചെയ്യുന്നത് മുതൽ ഈ 4 ദിവസത്തിലേക്കുള്ള 10 പടികളിൽ കൂടി ചെയ്യുന്നത് ഈ 4 ഒരു മിശ്രിതമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡിവൈൻ ലൈഫിൽ, നമ്മുടെ ലൈഫ്, സത്യസായി ഭക്തന്മാരുടെ ലൈഫ് ഇങ്ങനെ പോകണമെങ്കിൽ, പ്രേമയോഗത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ 4 കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ഇത് നമ്മുടെ അടുത്ത ജനറേഷനെ കൈമാറലാണ് ബാലവികാസ് ഗുരുക്കന്മാരുടെയും ഇതിലുള്ള സാധകന്മാരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഭഗവാൻ നമ്മളെല്ലാവരെയും എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ്
ശാന്തി ശാന്തി